സുവിശേഷത്തെക്കുറിച്ച് നാട്ടുകാർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കും? ഒരു സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് എടുത്തു നോക്കിയാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ എന്നെപ്പോലെ ഷമീർ കൊല്ലം, സിയാദ് മുഹമ്മദ്, നസീർ, ഷാജഹാൻ, പിന്നെ ചാക്കോ, തോമസ്, വർഗീസ് എല്ലാം കൂടെ ഒന്നിച്ചു കയറിയിരിക്കുകയല്ലേ. അപ്പം പിന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കുറ്റം പറയാൻ ഒക്കുകയില്ല. അപ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ചോദ്യങ്ങളും ഉയരും. എന്തുകൊണ്ടാണ് യൗമാരല്ല യേശുവിൻ്റെ പിന്നാലെ പോണത്? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ നാട്ടുകാർ പല വിധത്തിലുള്ള മറുപടികളാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വാസ്തവത്തിൽ എന്തിനാണ് ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം ദേശത്തോട് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശമാണ് വാസ്തവത്തിൽ സുവിശേഷ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ അതിന് സാധിക്കാറില്ല. കാരണം നമുക്കറിയാം, പല ആളുകളും പ്രസംഗിക്കുമ്പോൾ ചുമ്മാ കടന്ന് അലറി കൂവി കീറി വിളിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലൊക്കെ കാറി കൂവി ബഹളം ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിലും ഒരു പരിധി വരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കൃത്യമായി കാര്യം പറയേണ്ടതുപോലെ പറയുകയാണെങ്കിൽ അത് കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. പിന്നെ ഈ സുവിശേഷ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ മര്യാദയ്ക്ക് വന്നോണം എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. അല്ല, ഈ സുവിശേഷം കേട്ടത് കൊണ്ട് കള്ളിക്കാടുള്ള ആളുകളൊക്കെ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണമെന്ന് പറയുന്ന പരിപാടിയൊന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നാട്ടിലില്ല. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചില ചേട്ടന്മാർ പറയും പറയണ്ടെന്ന് പറയും. അതൊക്കെ അങ്ങ് മനസ്സിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ പറയും. അതിനിപ്പോൾ നമ്മൾ ചന്ദ്രനിലല്ലല്ലോ, ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, അല്ലേ? ചന്ദ്രനിലൊക്കെ ആവട്ടെ, അന്നേരം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ തൽക്കാലം ഇന്ത്യയിലായതുകൊണ്ട് നമുക്കെല്ലാവർക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യമുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നും നാളെയും 2 ദിവസം എന്നെ ഈ യോഗത്തിന് ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ ശാന്തമായി എന്താണ് സുവിശേഷം, ഇവിടെ പ്രസംഗിക്കുന്ന ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നത് തുടങ്ങിയതായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നവരും എൻ്റെ പിറകിലിരിക്കുന്ന ആളുകളും വിവിധ വിഭാഗത്തിലുള്ളവരാണ്. എന്നാ പേര്? സെബാസ്റ്റ്യൻ, ഉറക്കപ്പറ. സതീഷ്, കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു സതീഷ്. പിന്നെ അനിൽ ജോയ്, പിന്നെ ബിജു, ജോസഫ്, വിജയൻ, വിനു വർഗീസ്, സത്യദാസ്, കണ്ടോ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എല്ലാം കൂടെ മിക്സായിട്ട് കയറിയിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് സത്യനും ബിജുവും അനിലും ഉണ്ടോ, ഷമീറും നസീറും ഷാജഹാനും സൂദനും എല്ലാവരും യേശുവിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടത് അല്ലെങ്കിൽ പോകുന്നത് എന്നുള്ള കാര്യം ദൈവം അനുവദിച്ചാൽ ഇന്നും നാളെയുമായി ശാന്തമായി കള്ളിക്കാടിനോട് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അപ്പോൾ ചില ആളുകൾ പറയും, അത് നിങ്ങൾ പറയൊന്നും വേണ്ടടോ, ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ബിരുദന്മാരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്നാ ചേട്ടാ? അപ്പോൾ അവർ പറയും, പരിപാടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എന്താണ് കാര്യം? അപ്പം ഒരാൾ പറയുന്ന ഓരോരുത്തരും ഓരോ മറുപടികളാണല്ലോ. ഇപ്പോൾ ചില ആളുകൾ പറയും, ഇത് വേറൊന്നും അല്ലടേ, ഇത് ഈ മറ്റേ അമേരിക്കൻ പണം. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ചിലരൊക്കെ പറയുന്നത് അമേരിക്കൻ പണം കിട്ടുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചിലവാക്കിയൊക്കെ നടത്തും. ഒരു പന്തൽ പോലും നല്ലപോലെ ഇടാൻ പറ്റിയില്ല ഇവിടെ, അമേരിക്കൻ പണം ഉണ്ടായിട്ട്. ഗതികേട് നോക്കണേ. അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ, കസേരയിലിരിക്കുന്നത്. ഇവരോടൊക്കെ ചോദിച്ചാൽ നാളെ ചിട്ടിക്കാരൻ വരുമ്പോൾ എന്ത് കൊടുക്കുമെന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവരായി കസേരയിലിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ അങ്ങ് പറയുക അമേരിക്കൻ പണം എന്നൊക്കെ പറഞ്ഞ്
ഇരിക്കുകയാണ്. പോട്ടെ, നമുക്ക് അങ്ങനെയുള്ളവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില ആളുകൾ ഇതിനിട്ടിരിക്കുന്ന പേര് മതം മാറ്റമെന്നാണ്. പെന്തിക്കോസുകാരെ കൊണ്ടുള്ള ഒന്നാമത്തെ പരാതി പറച്ചിലാണ് യുവന്മാരും മതം മാറ്റുന്ന ആളുകളാണെന്ന്. ഞാനും ഈ അടുത്ത കാലത്തൊരു ചേച്ചി അങ്ങനെ പറഞ്ഞു. ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ പറയുന്ന ചേച്ചിയാണ്. അപ്പോൾ ഒരിക്കൽ ഈ ചേച്ചി പറയുകയാണ്, ഇവിടെ കുറേ പെന്തക്കോസ്ത് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ചേച്ചി പറഞ്ഞു. അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ചേച്ചിയുടെ വാക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിന് ഞാൻ അന്നൊരു മറുപടി പറഞ്ഞായിരുന്നു, ഞാൻ ആവർത്തിക്കുകയാണ് വീണ്ടും. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ഉപദേശിമാരാരെങ്കിലും കള്ളിക്കാട് 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എന്ന് ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഒരടിയും വഴക്കും ഇല്ലാതെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് ചെയ്താൽ മതി. അത് വേറൊന്നുമല്ല, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഉപദേശിമാരാരെങ്കിലും മതം മാറ്റുന്നു എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോവുക. വളരെ സിമ്പിളാണ്. അല്ലാതെ ഇവിടെ വെറുതെ ചുമ്മാ തല്ലുമ്പോഴോ അടിയുമ്പോഴോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളല്ലേ. കഞ്ഞിക്കും പയറിനും ഒരുത്തം ഇങ്ങോട്ട് വന്നെങ്കിൽ മുഴുത്തൊരു കോഴിക്കാല് കാണിച്ച് അവൻ അങ്ങോട്ട്, അത്രേ ഉള്ളു കാര്യം. അല്ലാതെ അതിനകത്ത് ഇപ്പോൾ വേറെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കസേരയ്ക്കകത്തിരിക്കുന്ന ചിലരുണ്ടല്ലോ, കോഴിക്കാല് കാണിച്ചാലും ഇനിയിപ്പോൾ ഒരു മുഴുത്ത കോഴി ഒറ്റയ്ക്ക് കാണിച്ചാലും ഇനി ലോകത്തിലുള്ള എന്തെങ്കിലും എല്ലാം നന്മകൾ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചാലും ഈ കസേരയ്ക്കകത്തിരിക്കുന്ന പലരും അവരുടെ കഴുത്തേലോട്ട് കത്തിവെച്ച് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷം ഈ കസേരയ്ക്കകത്ത് തന്നെ കാണും. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരല്ല. മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടിരിക്കുന്നവരാ. അതുകൊണ്ട് ആമേൻ, ആറ്റിച്ചാടി ചാകാൻ പോകുന്നവൻ മഴയത്ത് കുടയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കും. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത അപഖ്യാതികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ഷമീർ പറയാം എന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ അബ്ദുൽ സലാം ജമീല ദമ്പതികളിൽ 3 മക്കളിൽ ഒരാളായി ജനിച്ചു വളർത്തപ്പെട്ട് 7 വർഷക്കാലം മദ്രസയിൽ മതപഠനത്തിനായി ഖുർആൻ പഠിക്കാൻ കടന്നുപോയി പാരമ്പര്യ ചിട്ടകളനുസരിച്ച് നമസ്കാരവും നോമ്പും ഒക്കെയായി ജീവിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ നിന്ന് വഴിയരികിൽ ഏതെങ്കിലും ഒരു ഉപദേശി നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന മീശം പിടിച്ച് കോളാമ്പ്യം പിടിച്ച് യേശു വരാറായെന്നൊക്കെ കൂകി വിളിക്കുന്ന ഉപദേശവർഗത്തെ കണ്ടാൽ ഇവൻ്റെ ജവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്നൊക്കെ ചിന്തിച്ച് നടന്ന കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന് അഭിമാനത്തോടെ ഇന്ന് രാത്രി ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ചത് കുഞ്ഞുകളിയായിട്ട് ഇറങ്ങിയതല്ല. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇന്നും നാളെയുമായിട്ട് ശാന്തമായി നമുക്ക് കള്ളിക്കാടിനോട് സംസാരിക്കാം. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ശരി, നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ആശിക്കുന്നു. ഉൽപ്പത്തി 1:27 മൈക്കിൽ കൂടെ വായിക്കണം, കാരണം നമ്മൾ സംസാരിക്കുന്നത് പുറത്തുള്ള ആളുകളോടാണ്. അതുകൊണ്ട് 1-ാം അധ്യായം 27-ാം വാക്യം ദൈവദാസന്മാരാരെങ്കിലും മൈക്കിലൂടൊന്ന് വായിച്ച് കേൾപ്പിച്ചേ. ശാന്തമായി ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. മതി, അവിടെ ഇരുന്ന് വായിച്ചോ ദൈവദാസനെ. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇതിനോട് ചേർന്ന് 49-ാം സങ്കീർത്തനം അതിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടെ ഇതിനോട് ചേർത്ത് കൊണ്ടുവരണം. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അപ്പം മനുഷ്യനെ ദൈവം പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പ്രാരംഭത്തിൽ വായിച്ചത്. എന്നാൽ ഇനി വായിക്കുന്ന കേട്ടെ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മതി. ഇപ്പൊ 2 ചിന്ത. സർവേശ്വരനായ സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ
മൃഗത്തെക്കാൾ അധപ്പതിക്കുന്നവനായി മാറും എന്നുള്ള നിലയിൽ ഒരു പ്രവചന ശബ്ദം. മാനത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു. വളരെ വ്യത്യസ്തമായ രണ്ട് ചിന്ത. ഈശ്വരൻ്റെ സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവന്മാരായി മാറുന്നു എന്നുള്ള ഒരു പ്രവചനാത്മ ശബ്ദം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ശാസ്ത്രവും സയൻസും ടെക്നോളജിയും ഒന്നും ഇന്ന് കാണുന്ന ഈ വിധത്തിൽ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ വളരാത്ത ഒരു ആധുനിക കാലഘട്ടമൊന്നുമല്ല ഈ വേദഭാഗം എഴുതപ്പെട്ടത്. യാതൊരു തരത്തിലും ഇന്നത്തെ സജ്ജീകരണങ്ങളും കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായി മാറുന്നു എന്ന പ്രവചന ശബ്ദത്തിന് 2024 ഏറെ പ്രസക്തിയുണ്ട്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് 2002 ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ ഈ ബൈബിൾ വായിക്കുവാനായി താല്പര്യപ്പെടുന്നത്. ബൈബിൾ വായിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് എൻ്റെ സഹോദരിക്ക് പ്രാർത്ഥനയാൽ ലഭിച്ച രോഗസൗഖ്യത്തിലൂടെയാണ്. എൻ്റെ സഹോദരിക്ക് പ്രാർത്ഥനയിൽ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചപ്പോൾ വളരെ കെട്ടുപാടിൽ ജനിച്ചു വളർന്ന മതപശ്ചാത്തലം പിന്നിൽ കിടക്കുന്നത് കൊണ്ട് കേവലം ഒരു രോഗം സൗഖ്യമായതുകൊണ്ട് അതുവരെ ജനിച്ചു ജീവിച്ചു വളർന്ന് പഠിച്ചു വന്ന ദൈവത്തെ വിട്ടുകളഞ്ഞച്ച് പെട്ടെന്നൊരു സൗഖ്യം വന്നതുകൊണ്ട് മറ്റൊന്നിനെ ദൈവമായി വിളിക്കാൻ കഴിയുകയില്ല. സൗഖ്യം ലഭിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അതുവരെ വിളിച്ച വിളി മാറ്റി യേശുവാണ് ദൈവമെന്ന് വിളിക്കാൻ പെട്ടെന്ന് സാധ്യമല്ല. അതുകൊണ്ട് ഈ ബൈബിൾ എന്താണ് എന്ന് പഠിക്കണം എന്നാണ് ആദ്യം താല്പര്യമുണ്ടായത്. ഇത് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ജനിച്ചു വളർന്നൊരു വിശ്വാസ പാരമ്പര്യത്തെ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ ഓടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് എന്നറിയണം എന്ന ആശയുണ്ടായി. കള്ളിക്കാടിനോട് പറയാം, 2002 മുതൽ ഇന്ന് 22 വർഷക്കാലമായി ഇന്നും ഈ പുസ്തകം ആർത്തിയോടെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പല ചെറുപ്പക്കാരോടും പറയും, നിങ്ങൾ പള്ളു വിളിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പുസ്തകം മേടിച്ചൊന്ന് മിനിമം വായിക്കണം. അതിനൊന്നും തയ്യാറാകുകയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ദീർഘ വർഷക്കാലമായിട്ടും ഈ പുസ്തകം ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നത്? കള്ളിക്കാടുകാരോട് ഞാൻ പറയാം, വായിക്കും തോറും ഈ പുസ്തകം ചേർത്ത് പിടിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തത് കള്ളിക്കാടിനോട് ഈ ഉച്ചഭാഷണിയിലൂടെ പരസ്യമായി പറയുന്നു. ഒന്ന്, ഈ ബൈബിൾ ചേർത്ത് പിടിക്കുവാൻ ഷമീറിനെ പ്രേരിപ്പിച്ചത്, കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവിയെ പ്രേരിപ്പിച്ചത്, കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ സഹോദരിമാരെ പ്രേരിപ്പിച്ചത്, എൻ്റെ ഉമ്മയുടെ ചേട്ടത്തി വല്യമ്മയെ പ്രേരിപ്പിച്ചത്, അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലുള്ള സകലരും യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ പ്രത്യേകത, അഭിമാനത്തോടെ ഞാൻ കള്ളിക്കാടിനോട് പറയുന്നു, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എൻ്റെ മനസ്സിനെ ആനന്ദം കൊള്ളിച്ച ഒന്നാമത്തെ പ്രത്യേകത, ഈ പുസ്തകത്തിലെ ഒരു പേപ്പറിലും, ഒരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. പരസ്യമായിട്ടാണ് പറയുന്നത്, ലൈവിലൂടെയാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പേപ്പറുകളിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതം മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതത്തെ ചേർക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കഷണം, ഒരു തുണ്ട് എവിടെങ്കിലും എഴുതപ്പെട്ടതായി നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഞാൻ ഈ പ്രസംഗ പരിപാടി നിർത്താൻ തയ്യാറാണ്. ഈ വേദപുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു. ഈ വിശുദ്ധ ബൈബിളിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം,
അപ്പം നിങ്ങൾ മുമ്പ് വിശ്വസിച്ചിരുന്ന ഖുർആനിലോ മതമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചോദിക്കുക, ഇവിടുത്തെ ഇസ്ലാമിക സൗരങ്ങളൊക്കെ ഈ പരിസരത്ത് കാണുമല്ലോ, അവരോട് ചോദിക്കുക. പെറ്റ തള്ളയ്ക്കും ജനിപ്പിച്ചപ്പനും സഹോദരങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് മതം എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഈ പുസ്തകത്തിൽ ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഒന്നുകിൽ കാര്യം പഠിക്കണം. മതം പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ചോദ്യം എന്തുകൊണ്ട്? ഉത്തരം സിമ്പിളാണ്. എന്തുകൊണ്ട്? ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം പോലുമില്ല. ക്രിസ്തുമതം ഇല്ലെന്നോ? അതെ. താങ്കൾ എന്തുവാടോ ഈ പറയുന്നത്? വർഷങ്ങളായി ക്രിസ്തുമതത്തെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞുവിരിക്കുന്ന ഞങ്ങളോട് ദേ ഇപ്പൊ ഷമീർ കൊല്ലം എന്ന് പറയുന്നു ക്രിസ്തുമതം ഇല്ല പോലും. ചുമ്മാ തള്ളല്ലേ ചങ്ങായി, ചുമ്മാ പറയല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. സ്നേഹിത, വർഷങ്ങളായി കണ്ടതും കേട്ടതുമെല്ലാം ശരിയാകണമെന്ന് അർത്ഥമില്ലല്ലോ. ഉണ്ടോ പാസ്റ്ററെ? ഞാൻ നിങ്ങളോട് ചോദിക്കാം സിമ്പിളായ ഒരു കാര്യം. ഈ കൊട്ടാരക്കരയിൽ നിന്ന് ഈ MC റോഡിൽ കൂടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ ആയൂരിനും നിലമേലിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ടല്ലോ, ചടയമംഗലം. എന്താണ്ട് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞു ചടയമംഗലം, അല്ലേ? നിങ്ങൾക്ക് അറിവുണ്ടോ ആ സ്ഥലം? ഉണ്ട്. ഞാൻ ഈ ഉച്ചഭാഷണിയിലൂടെ നിങ്ങളോട് വാദിക്കുകയാണ്, കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് പറയും. എനിക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ നിങ്ങൾ പറയത്തുള്ളെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തൽക്കാലം തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഗവൺമെൻറ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട്. ആ പേര് ചടയമംഗലം എന്നല്ല, പിന്നെന്താ, ജഡായു മംഗലം എന്നാണല്ലേ. എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ് ഈ ജഡായു മംഗലം ഇപ്പം എന്തായി? ചടയമംഗലം. ഇനിയിപ്പോൾ ഞാനൊരുത്തൻ തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം, അല്ലേ പക്ഷേ? ഇതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ബസ്സിൻ്റെ അകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ആളിനെ നമ്മൾ നാട്ടുകാർ വിളിക്കുന്ന പേര് കിളി എന്നാണ്, അല്ലേ? കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റില്ല. പോസ്റ്റിൻ്റെ പേര് ക്ലീനർ എന്നാണ്. പക്ഷേ വർഷങ്ങളായി നമ്മൾ പറഞ്ഞ് കിളി പിന്നെന്തായി? കിളിയായി. വേണ്ട, നമ്മുടെ സഹോദരിമാർ പറയുന്നൊരു വാചകമുണ്ട്, ചേട്ടാ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പിലയും കൂടെ മേടിക്കാൻ മറക്കല്ലേ കേട്ടാ എന്ന് പറയും. കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇല ഇല്ല, കറിക്കിടുന്ന വേപ്പില അഥവാ കറി വേപ്പില എന്നാണ് പേരെങ്കിലും പറഞ്ഞ് കരിയാപ്പില. ഇതൊക്കെ തിരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ ക്രിസ്തു മതമല്ലടോ ശരി, ക്രിസ്തു മാർഗം, അതാണ് ശരി. യേശുക്രിസ്തു പഠിപ്പിച്ചത് മതമല്ല, പിന്നെന്താ? ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മരണത്തിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകാൻ ഉലകത്തിലൊരു മാർഗമുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ കള്ളിക്കാട് ദേശത്ത് ഉയർത്തുന്ന യേശുക്രിസ്തു എന്ന ഏകനാമം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, നാളെ ഇവിടെ ഒരു വീട് കിട്ടും, കാറ് കിട്ടും, ലോറി അങ്ങനെയൊക്കെ പറയുന്ന പ്രസംഗകരുണ്ടാകും. ഞങ്ങൾ ആ കൂട്ടത്തിലുള്ളവരല്ല. കാറ് കിട്ടും, ലോറി കിട്ടും, വീട് കിട്ടും എന്നൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞാൽ ആണുങ്ങൾ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, എടോ മനുഷ്യ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദി രവിചന്ദ്രൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ നല്ല കാറിലും നല്ല ഫ്ലാറ്റിലും നല്ല വീടിലും ഓടി കാറും ഒക്കെ മേടിച്ച് ജീവിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞങ്ങൾ അത്തരം മണ്ടത്തരങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഒറ്റക്കാര്യം പറയാം, മനുഷ്യൻ കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് സകല മനുഷ്യനും വിശ്വസിക്കുന്നെങ്കിൽ ആ മരണത്തിൻ്റെ അപ്പുറത്തുള്ളൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അപ്പൊ ഞാനിങ്ങനെ പറയാം, ഒന്ന്, ഈ പുസ്തകം എന്നെ ചേർത്ത് പിടിക്കാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം, ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സന്തോഷമുള്ള കാര്യമല്ലേ? മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താ പറയാം. രണ്ടാമത്തെ പ്രത്യേകത, ഈ പുസ്തകം ഒരു പ്രവചനീക ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഇന്നു വരെയും ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നുമില്ല. സകലതും പ്രവചനാത്മാവിൽ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടൊരുത്തൻ എന്നെ കളിയാക്കി ചോദിച്ചു, തെറ്റിദ്ധരിക്കരുത്, പണ്ടൊരുത്തൻ എന്നെ കളിയാക്കി, ഞാനിങ്ങനെ സകലതും ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ
ഇച്ചിരി അടിച്ചു മിന്നി നിന്ന ഒരുത്തനാ. അപ്പോൾ അടിച്ചു മിന്നി നിന്നപ്പം പുള്ളി എന്നെ കളിയാക്കി ചോദിച്ചു, എല്ലാം ഇതിൻ്റെ അകത്തുണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പുള്ളി ഉടനെ എന്നോട് കളിയാക്കി ചോദിക്കുകയാണ്, കക്കൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ചുമ്മാ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാ. ഞാനും വിട്ടില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് അതാണെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോന്ന്? ഉണ്ട്. പിന്നെ പുറപ്പാട് പുസ്തകം, ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാര കഴുതണം. എന്തിനാ? നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ പിറകുവശത്തൊരു കുഴി കുത്തി നിങ്ങളുടെ വിസർജ്യം അതിലിട്ട് മൂടിക്കളയണം. മാലിന്യം പുറത്തു പോലും വിടരുത്, അത് മൂടിക്കളയണമെന്ന് ഇവിടുത്തെ കമ്പ്യൂട്ടറും കണ്ടുപിടുത്തവും പറയുന്നതിന് മുമ്പ് പുസ്തകം പറഞ്ഞു മൂടിക്കളയണം. പുറത്ത് കിടന്നാൽ വിളപ്പിശാല പോലെ ആയിപ്പോകും. അപ്പം അതുകൊണ്ട് ചെറുതും വലുതുമായ സകല വിഷയങ്ങൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. രണ്ടാമത്തെ പ്രത്യേകത. 3, ഈ പുസ്തകം വായിക്കുവാനും ചേർത്ത് പിടിക്കാനും പ്രേരിപ്പിച്ച മൂന്നാമത്തെ ഘടകം, വിശുദ്ധ ബൈബിൾ ഒരു പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായില്ല. ലളിതമായി പറയാം. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ ലോകം ഏത് നിലയിൽ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് വെളിപ്പാടെന്ന പുസ്തകത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞു 2012 ലോകം അവസാനിക്കും. അപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, എല്ലാം തീരാൻ പോവാടാ, വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ച് തിന്നോ, എല്ലാം തീരാൻ പോവാന്ന് പറഞ്ഞു. 2012 അവസാനിച്ചില്ല. അന്നേരം പറഞ്ഞു 18 അവസാനിക്കുമെന്ന്. 18 അവസാനിക്കുമെന്ന് പറഞ്ഞു. പ്രളയമൊക്കെ വന്നപ്പോൾ ചിലർ വിചാരിച്ചു ഏതാണ്ടൊക്കെ തീരാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. പിന്നെ പറഞ്ഞു 20 തീരുമെന്ന് പറഞ്ഞു. പിന്നെ 22 പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഇപ്പോൾ 24 അപ്പോൾ ഇങ്ങനെ മാറി മാറി മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ പുസ്തകം അറിയാവുന്ന ദൈവകുഞ്ഞുങ്ങൾ ഇതൊന്നും കേട്ട് കുലുങ്ങത്തില്ല. കാരണം ഇപ്പോഴെങ്ങും ഇത് അവസാനിക്കത്തില്ലെന്നും ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി കാണാത്തതുമായ ഒരു സംഭവം ലോകത്തിൽ നടക്കണം. ആ സംഭവം മറ്റൊന്നല്ല, കാഹളനാദം മുഴക്കിക്കൊണ്ട് യേശുക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ സഭയെ ചേർക്കുന്ന മഹാസംഭവം വെളിപ്പെടാതെ ലോകം അങ്ങനെയൊന്നും അവസാനിക്കത്തില്ല. അത് പുസ്തകം പഠിക്കുന്നവന് നന്നായി അറിയാം. അതുകൊണ്ട് ബൈബിൾ അറിയാവുന്നവൻ ഇതൊന്നും കേട്ട് കുലുങ്ങത്തില്ല. അവനവിടെ കുലുങ്ങാതിരിക്കും. കാരണം ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ ഇങ്ങനെ ബൈബിളിൻ്റെ ചില പ്രത്യേകതകൾ മാത്രം ഞാൻ പറഞ്ഞു. തൽക്കാലം ആ ഭാഗം ഞാൻ അവിടെ വിടുക. ഇനി അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ പൂർണ്ണതയുള്ള ഈ പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 2002 മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ ആളുകളല്ല യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? എന്നിട്ട് ഓരോ കൺവെൻഷൻ കഴിയും തോറും ഓരോ കുടുംബവും യേശുവിൻ്റെ പിന്നാലെ അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തിയപ്പോൾ അപ്പുറത്ത് നിന്ന് ചീത്ത വിളിച്ചവൻ ചിലപ്പോൾ അടുത്ത കൺവെൻഷന് പന്തലി വന്നിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ എന്താണ് യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? എന്താണ് ഇതിൻ്റെ മാജിക്? അക്രമത്തിൻ്റെ മാർഗമില്ല, പീഡനത്തിൻ്റെ മാർഗമില്ല, വാള് കാണിക്കുന്നില്ല, ബോംബ് പൊട്ടിക്കുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൈവസഭകൾ, പ്രാർത്ഥിക്കുന്ന സഭകളെല്ലാം ഇവിടുത്തെ സർക്കാർ റെയ്ഡ് നടത്തി നോക്കണം, ഒരു മൊട്ടുസൂചി പോലും അവിടുന്ന് കിട്ടുകയില്ല. അതൊക്കെ ഞങ്ങളുടെ വള്ളിക്കകത്ത് കയറി തൻ്റെ ഇടത്തോടെ റെയ്ഡ് നടത്തണം, ഒരു പേനാക്കത്തി പോലും കിട്ടുകയില്ല. എന്നാ സന്തോഷമല്ലേ? പിന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അക്രമത്തിൻ്റെ മാർഗവും അങ്ങനെ. പിന്നെ ഈ പ്രാർത്ഥിക്കുന്നവർ ആക്രമിക്കുന്ന ആളുകളല്ലെന്ന് നമ്മളെക്കാൾ നല്ല പോലെ അറിയാവുന്നത് ആർക്കാണെന്നറിയോ? ആർക്കാ പറ? ഈ പ്രാർത്ഥിക്കുന്നവൻ അക്രമകാരി അല്ലെന്ന് നമ്മളെക്കാൾ ഉറപ്പാർക്കാ? നാട്ടുകാർക്കാ. അതുകൊണ്ടല്ലേ വന്ന് ധൈര്യത്തോടെ കുത്തിന് പിടിക്കുന്നേ അല്ലേ? പറ, നിങ്ങൾ പറ. പിന്നെ ഇന്നാള് ഈ രോഗികൾക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തകരുണ്ടല്ലോ, വഴിയരികിൽ നിന്ന് പാട്ട് പാടുന്ന പിള്ളേർ. അപ്പം ഇന്നാളെ കണ്ട് ഒരു ചെറുക്കൻ അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ട് ഒരു പാട്ട്, യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പം ഇത് കേട്ടോണ്ട് നിന്ന കുറച്ച് ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാരെല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഈ ചേട്ടന്മാർ വന്നിട്ട് ഇവനിട്ട് തല്ലി. അപ്പോൾ ഇവർ 8-10 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ദേഹം നന്നപ്പം ഇവരെല്ലാം കൂടെ തിരിച്ച് വലിച്ചു വാരിയിട്ട് തല്ലി. അങ്ങനെ ആകെ തല്ലുവോളമായി. അപ്പം പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നു. അപ്പോൾ 2 കൂട്ടരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ പോലീസുകാരെ ഈ പാട്ടുകാരോട് ചോദിച്ചു, എന്നാത്തിനാണ് അടി ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. ഉടനെ ഈ പാട്ടുകാരൻ പയ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വഴിയിൽ നിന്ന് പാടി പിരിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പം ഭക്തിഗാനം പാടും, മുസ്ലിം പള്ളിയുടെ അവിടെ ചെന്നാൽ മാപ്പിളപ്പാട്ട് പാടും, കുരിശടിയുടെ അവിടെ ചെല്ലുമ്പോൾ യേശുവെന്ന് പാടും. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങളങ്ങനെ യേശുവെന്ന് പറഞ്ഞൊരു പാട്ട് പാടിയപ്പം ഇവന്മാർ വെറുതെ വന്ന് ഞങ്ങളെ തല്ലി, ദേഹം നൊന്തപ്പം ഞങ്ങൾ തല്ലിപ്പോയി സാറേ എന്ന് ഇവർ പറഞ്ഞു.
അപ്പോൾ പോലീസുകാരൻ നേരെ തിരിഞ്ഞ് അപ്പുറത്തവനോട് ചോദിച്ചു, എന്നതിനാണ് അവന്മാരിന്ന് പാടിയപ്പം പോയി തല്ലിയെന്ന് ചോദിച്ചു. ഉടനെ അതിലൊരുത്തൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തല്ലിപ്പോയതാന്ന്. എന്നുവെച്ചാൽ പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്നു അവരാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് കിട്ടത്തില്ലെന്ന്. അങ്ങനെ ചെന്ന് പെട്ടുപോയതാ. വയറ് നിറയെ കിട്ടി. അപ്പം ഈ തലാൻ വരുന്ന അണ്ണന്മാർക്ക് നന്നായിട്ട് അറിയാം പെതികോസ് തരാകുമ്പോൾ തിരിച്ച് ചെല്ലത. വേറെ വല്ലയിടത്തും ചെന്ന് കയറി അവന്മാർ പിടിച്ച് വലിച്ചു വാരി ഭിത്തിയാലടിക്കും. അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് ഉപദേശിമാരുടെ നേരെ ചിലരിങ്ങനെ വരുന്നത്. അപ്പോൾ ഈ വരുന്ന ചിലരുടെ ചിന്ത ഈ ഉപദേശിമാർക്ക് ഇതൊന്നും ഒക്കൂലെന്നാണ്. ഇതിൻ്റെ അപ്പുറത്തെ പരിപാടിയും കഴിഞ്ഞ് വെച്ചാൽ ഈ പുസ്തകം എടുത്ത് എല്ലാം ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ പേടിക്കണ്ട, ഈ പുസ്തകം കയ്യിലിരിക്കുന്നിടത്തോളം ഒരു ദോഷവും ഇല്ല. ഇത് കയ്യിലിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചോണം. എങ്ങാനുമാർ താഴെ വെച്ചിട്ടിറങ്ങിയാൽ മെനകേടാ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അക്രമമോ മാർഗമോ പീഡനത്തിൻ്റെ മാർഗമോ ഉപദ്രവമോ ബോംബ് പൊട്ടിക്കലോ വാള് കാണിക്കലോ ഒന്നുമില്ലാതെ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് ഇതിൻ്റെ മാജിക്? അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകം ശ്രദ്ധിക്കുക, ചിന്താവിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എന്ത് പഠിപ്പിച്ചിട്ടാണ് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? ഞാൻ വായിച്ചു. എന്താണ് വായിച്ചത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ പുസ്തകം തുറന്നപ്പോൾ പഠിച്ചത് ദൈവത്തെക്കുറിച്ചാണ്. എന്താണ് ദൈവം? ആരാണ് ദൈവം? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പദം ബൈബിൾ ആരംഭിക്കുന്നു. ദൈവം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ പേരല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് ദൈവം. അത് ക്രിസ്ത്യാനി മാത്രമേ വിളിക്കാവൂ എന്ന് നിർബന്ധം ഇല്ല. ഉണ്ടോ? ഹൈന്ദവ സഹോദരങ്ങൾ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ഇസ്ലാമിക സഹോദരങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. ക്രൈസ്തവർ ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. പോട്ടെ, പടച്ചവൻ എന്ന് വിളിക്കും, അല്ലേ? ചിലർ പറയും ഭഗവൻ എന്ന് വിളിക്കും, ഈശ്വര എന്ന് വിളിക്കും. ഇതൊന്നും ദൈവത്തിൻ്റെ പേരല്ല. ദൈവത്തിൻ്റെ പേരല്ല. പടച്ചവൻ എന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ്. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തനായവൻ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ദൈവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ആളുകളൊന്നുമല്ല. ചില ആളുകൾ പേര് കാണുമ്പോൾ ഇന്ന ആളാണെന്ന് തിരിച്ചറിയല്ലോ. അതുപോലെ ദൈവം എന്ന് പറയുമ്പോൾ അത് ഇന്ന ആളുടെ പുള്ളിയാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന ഐഡൻറ്റിറ്റി അല്ല ദൈവം. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തനായവൻ എന്നേ ഉള്ളൂ. പടച്ചവനെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, ഈശ്വര എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ദൈവമേ എന്ന് വിളിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പേരല്ല. പക്ഷേ ദൈവത്തിനൊരു പേരില്ലേ? ഉണ്ട്. അത് ഇപ്പോൾ പറയുന്നില്ല, പിന്നാലെ പറ. തൽക്കാലം ദൈവം ഒന്നിരിക്കട്ടെ, പിണക്കമില്ലല്ലോ. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ഒരാൾ ചോദിക്കുക, പാസ്റ്ററെ എവിടെ പോകുന്നു? ഇപ്പം ഞാൻ പറഞ്ഞു കള്ളിക്കാട് ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ എന്നുള്ളത് എൻ്റെ പേരാണോ? അല്ല, എനിക്കൊരു പേരുണ്ട്, ഷമീർ. പക്ഷേ പാസ്റ്റർ എന്ന് വിളിച്ചാലും ഞാൻ മറുപടി പറയത്തില്ലേ? ഇതുപോലെ ദൈവത്തിനൊരു പേരുണ്ട്, പക്ഷേ ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും, മറുപടി പറയും, ദൈവം പ്രവർത്തിക്കും. അത് ദൈവമായതുകൊണ്ടാണ്. അപ്പം എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. പിന്നീട് ഞാനിങ്ങനെ ആവേശത്തോടെ വായിക്കുമ്പോൾ കണ്ടു, ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അടുക്കടുക്കായി സൃഷ്ടിപ്പ് നടത്തുന്ന സൃഷ്ടാവിനെ ഞാൻ ബൈബിളിൽ കണ്ടു. ദൈവം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായി 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തിൽ സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവത്തെ ബൈബിളിൽ കണ്ടു. 6-ാം ദിവസമായപ്പോൾ ആ ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ നാം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പ്രയോഗം, മനുഷ്യനെ ഉണ്ടാക്കുക. അതിനുശേഷമാണ് ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനം ബൈബിളിൽ കണ്ടു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച 1-2 ചിന്തകൾ കള്ളിക്കാടിനോട് പറയാം. ഇടജാതി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിലെ വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനങ്ങ് ഉണ്ടാകട്ടെ എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പകരം യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യൻ്റെ രൂപം നിർമ്മിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ എനിക്ക് ഒന്നാമത്തെ ചിന്ത എൻ്റെ ഹൃദയത്തിൽ കൊളുത്തി. അതുവരെ ദൈവം 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 എന്ന് മാത്രം പറഞ്ഞ പ്രയോഗത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച രംഗം വന്നപ്പോൾ ദൈവം തൻ്റെ പേരവിടെ വെളിപ്പെടുത്തി, യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ഭൂതലത്തിൽ പ്രവേശിക്കണം. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനുഷ്യൻ തിരിച്ചറിയണം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടൊരു മനുഷ്യൻ്റെ രൂപം നിർമ്മിച്ചു. എഴുതിയിരിക്കുന്നു, അവൻ അനക്കമില്ല, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മനുഷ്യൻ ജീവനുള്ളവനായി. ഉലക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു.
എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്നുകൂടി പറയാം. കന്നുകാലിയും ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, നാൽക്കാലി, പറവജാതികളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ പറയാത്തൊരു പദം മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. അതാണ് ഇവിടെ വായിച്ചു കേട്ടത്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കില്ലാത്ത, കന്നുകാലികൾക്കില്ലാത്ത, പറവജാതികൾക്കില്ലാത്ത, പക്ഷിജാലങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനിലേക്ക് പകരപ്പെട്ടു എന്ന സത്യം മനുഷ്യൻ തിരിച്ചറിയണം. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വിലപ്പെട്ട ആത്മാവുള്ളവനായി പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ഭൂതലത്തിൽ സൃഷ്ടിച്ച് ഉലകം കണ്ട ഏക സൃഷ്ടി അത് ഞാനും നീയുമാണ്. സ്നേഹിത, മനുഷ്യനാണ്. മനുഷ്യനാണ് ആത്മാവുള്ളവനായി സൃഷ്ടിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ അയലത്തുകാർ വിളിച്ചിട്ടുണ്ടോ, എടി രമണി വീട്ടിലെ പട്ടി ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, ഇഡ്ഡലി തിന്നാൻ വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ പറ. ഇല്ല. ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ, വീട്ടിലെ പശു ചത്തു 16 പാട്ടുകുർബാനയ്ക്ക് വരണം 7 വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിച്ചിട്ടുണ്ടോ, എരുമ മരിച്ചു 11-ാം കത്തത്തിന് ബിരിയാണി ചെമ്പ് പൊട്ടിക്കും വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മൃഗങ്ങൾ മരിച്ചാൽ അവിടെ എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടെടുത്ത് വിഷയം തീർന്നു. പക്ഷേ മനുഷ്യൻ മരിച്ചാൽ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ടുകുർബാന, കത്തമെന്നിങ്ങനെ വിവിധ ചടങ്ങുകൾ ശേഷിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ അകത്ത് വിലപ്പെട്ട ആത്മാവുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് മനുഷ്യൻ ആശിക്കുന്നത് കൊണ്ടാണ് മരിച്ചതിനനന്തരം ക്രിയകൾ നടത്താൻ മനുഷ്യൻ വെമ്പുന്നത്. വിലപ്പെട്ട ആത്മാവുള്ളവനായി മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചു, അല്ലേ? ഇനി അതിന് വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു തെളിവ് പറയാം. ഇവിടെ ഇങ്ങനെ ഒരു കള്ളിക്കാട് കൺവെൻഷൻ നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇവിടെയുള്ള മൃഗങ്ങളൊന്നും ഇതൊന്നും അറിയുന്നില്ലേ? ഇവരാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടു, കുറ്റിച്ചൽ തൊട്ട് ഇങ്ങോട്ടും അങ്ങ് ആര്യനാടിൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ട് മുതലെല്ലാം പോസ്റ്ററും നോട്ടീസും എല്ലാം അടിച്ചേക്കുന്ന ഞാൻ കണ്ടു. എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുക. വഴിയെ പോയ പട്ടി, പൂച്ച, ആട്, മാടെല്ലാം ഈ പോസ്റ്റർ കണ്ടില്ലേ? പറ, ഉള്ളതല്ലേ? പറ, കണ്ടില്ലേ അച്ഛാ? വഴിയെ പോയ പട്ടി തലപൊക്കി നോക്കി, സുവിശേഷ യോഗം, ഷമീർ കൊല്ലോ. അതിന് പട്ടിക്ക് തന്നെ, പട്ടി അതിൻ്റെ പാട്ടിന് പോയി, അല്ലേ? കാക്ക ഇങ്ങനെ പറന്ന് വന്ന് ഫ്ലക്സേ വന്നിരുന്നു, കുനിഞ്ഞു നോക്കി, സുവിശേഷ യോഗം, ഷമീർ കൊല്ലോ. കാക്കയ്ക്ക് എന്താ, കാക്ക അതിൻ്റെ പാട്ടിന് പോയി, അല്ലേ? അങ്ങനെ ആട് കണ്ടു, മാട് കണ്ടു, പശു കണ്ടു. എരുമ തലപൊക്കി നോക്കി, ഒരു ഫ്ലക്സ്, സുവിശേഷ യോഗം, ഷമീർ കൊല്ലോ. എരുമയ്ക്ക് എരുമ അതിൻ്റെ പാട്ടിന്. ചില എരുമകളാണെങ്കിൽ അത് കടിച്ച് കീറും, ചില എരുമകൾ അങ്ങനെ കീറും. അപ്പോൾ എരുമയോട് പറയാൻ പറ്റും, എരുമ ഞങ്ങളുടെ യോഗമാണ്, എരുമ കീറലെന്ന്. അങ്ങനൊന്നും ചില എരുമകൾ കീറു വച്ച. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഏതെങ്കിലും എരുമയോ ആടോ മാടോ വന്ന് കസേരയിൽ ഉണ്ടായിരുന്നോ? അധ്യക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇവരാരും അറിയാഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇപ്പോൾ തെങ്ങിനകത്ത് കൂട് വെച്ചിരിക്കുന്ന കാക്ക ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഈ ശബ്ദം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ പരിപാടി പോയിന്ന് കാണാമെന്നും പറഞ്ഞ് ആടും മാടും പശുവും പോതും എല്ലാം കൂടെ വന്നോട്ട് ഇവിടുത്തെ കസേര വന്ന് ഇങ്ങനെ ചാരിയും കൊണ്ട് പാടടാ പോയി കേൾക്കട്ടെ എന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? അറിയാഞ്ഞിട്ടല്ല. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. വിലപ്പെട്ട ആത്മാവുള്ളവനാണ് മനുഷ്യൻ. അങ്ങനെ മനനം ചെയ്യുന്നവനായി, ആത്മാവുള്ളവനായി പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ഭൂതലത്തിൽ സൃഷ്ടിച്ച ഉലകം കണ്ട ഏക സൃഷ്ടി ഞാനും നീയുമാണ്, മനുഷ്യനാണ്. എൻ്റെയും നിൻ്റെയും അകത്ത് വിലപ്പെട്ട ആത്മാവുണ്ട്. അത് ദൈവത്തിൽ നിന്ന് നിന്നിലേക്ക് പ്രവേശിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് അത് മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ ആത്മാവോ അതിനെ നൽകിയ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് തിരികെ ചേരണം. അതാണ് മോക്ഷം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ട് ദൈവം ഇതൊക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതൊന്നും അറിയാതെ ചുമ്മാ പറയും, ഓമാർ മതന്മാർ അങ്ങനെ ഇങ്ങനെ തേങ്ങ ആദ്യം ഈ പുസ്തകം എടുത്തൊന്ന് വായിക്കടോ. ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ആർക്കാ പറ്റാത്തത്? അല്ല വാറയിൽ പോയില്ല, ബിവറേജിൽ പോയി ക്യൂ നിന്ന് ഒരു കുപ്പിയെടുത്ത് വീട്ടിലെ പട്ടിയുടെ മുമ്പിൽ ഒഴിച്ചു വെച്ചാൽ ഒന്ന് മണപ്പിച്ചിട്ട് പട്ടി പോലും വേണ്ട തിരിഞ്ഞു നടക്കുന്ന കാടി വെള്ളം വാങ്ങി കുടിച്ചേച്ച് വെറുതെ മെനകേടുണ്ടാക്കുന്നില്ലേ? അതുകൊണ്ടത് വായിക്കണം. അപ്പം എഴുതിയിരിക്കുകയാണ്, വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ദൈവം പറയുകയാണ്, ഈ വേദപുസ്തകത്തിലെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് ഈ പുസ്തകത്തിലെ കാര്യം മാത്രമാണ്, മറ്റാരുടെയും കാര്യം ഞങ്ങൾ പറയുകയല്ല, പറയേണ്ട ആവശ്യവുമില്ല. പുസ്തകത്തിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ലതല്ല എന്ന് സൃഷ്ടിച്ച സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവന് തക്കതായൊരു തുണ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹമെന്ന് പറയുന്ന പവിത്രമായ ബന്ധം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവത്തെ
ഷമീർ ബൈബിളിൽ കണ്ടു. അപ്പം നിങ്ങളൊരു ചോദ്യം വേണമെങ്കിൽ തിരിച്ചു ചോദിക്കും, അയനാടോ ഉപദേശി നിങ്ങൾ ഖുറാനിൽ ഇതൊന്നും കണ്ടില്ലേ? ന്യായമായി ചോദിക്കാം. അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ ഉണ്ട്. പിന്നെ അതിനകത്ത് ഇത് കണ്ടില്ലേ? ഇപ്പം ഇതിനകത്തെ കണ്ടോളൂ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഉണ്ട്. പിന്നെന്തിനാടോ താൻ അത് വിട്ടേച്ച് ഇതെടുത്തെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഏകദേശ കണക്ക് 610 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുസ്തകത്തെ പറഞ്ഞത്. അതിന് 600 വർഷം മുമ്പ് ഈ പുസ്തകത്തെ പറഞ്ഞുകൊണ്ട് ഇതെടുത്തു. ഇനി ഇതിന് 6 മാസം മുമ്പേ പറഞ്ഞിട്ടുള്ളത് വല്ലതും കൊണ്ട് കൊണ്ടുവന്നാൽ നമുക്ക് പരിശോധിക്കാം. അമേരിക്ക വരെ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കൊണ്ടുവരുമ്പോൾ ഈ അമ്മുമ്മ കഥയും ഐതിഹ്യങ്ങളും കഥകളൊന്നും കൊണ്ടുവരരുത്. ചരിത്രം അംഗീകരിക്കുന്ന ഹിസ്റ്ററിക്കലായിട്ടുള്ള ഗ്രന്ഥം മുന്നോട്ട് വെച്ചാൽ നമുക്ക് പഠിക്കാമെന്നേ. പിന്നെ അതിനിപ്പോൾ എന്നാ പിണക്കം? പിന്നെ കഥയൊക്കെ പറയുന്നതിന് ആർക്കും തടസ്സമോ? കഥയൊക്കെ എല്ലാവർക്കും പറയാം. പണ്ട് ഞാൻ ചോറ് തിന്നാൻ മടി കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മ കഥ പറഞ്ഞു തരുക. ഉമ്മ പറയും, അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു, വിറകൊടിക്കാൻ കാട്ടിപ്പോയി, എന്തിനാ? ദോശ തിന്നാൻ ആശ, പുലിയെ കണ്ട് പേടിച്ചു, ചാരത്തെ വന്നിരുന്നു, ബാക്കി പറയാൻ ഒക്കുകയില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാനിതൊക്കെ കേട്ടോണ്ട് ചോറുണ്ടതാ. ഇന്നത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു, ദോശ തിന്നാൻ ആശ, വിറകൊടിക്കാൻ കാട്ടിപ്പോയി, പുലിയെ കണ്ട് പേടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർ പണ്ടത്തെ നമ്മളെപ്പോലല്ല. അവർ പറയും, നിർത്ത്, ഈ അപ്പൂപ്പനും അമ്മമ്മയും കേരളത്തിൽ ഏത് ജില്ലക്കാരാ? പറഞ്ഞിട്ട് ബാക്കി പറയാം. ഇപ്പോഴത്തെ പിള്ളേരാരാ മക്കൾ അല്ലേ? അവർ പറയും, അത് ഏത് കാട്ടിലാണ് പോയത്? പാലോട് വനത്തിലാണോ, മടത്തറ വനത്തിലാണോ, അതോ എരുമേലിയിലാണോ? കാര്യം പറ. അവർ ഏത് പുലിയെ കണ്ടു പേടിച്ചു? കാട്ടിലെ പുലിയോ, മ്യൂസിയത്തിലെ പുലിയോ, അതോ തമിഴന്മാർ റോഡരികിൽ ഉണ്ടാക്കി വെക്കണ ബൊമ്മപ്പുലിയോ? പറ. ഇതെല്ലാം ചോദിക്കും പിള്ളേർ. പണ്ട് നമ്മളൊന്നും അങ്ങനെ അല്ലായിരുന്നു. അതുപോലെ കുട്ടൂസനുണ്ട്, ഡാക്കിനിയുണ്ട്, മായാവിയുണ്ട്, ഡിങ്കനുണ്ട്. ഇതുപോലുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ചരിത്രം അംഗീകരിക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള പുസ്തകത്തിൽ ഈ പുസ്തകം എഴുതപ്പെടുന്നതിന് കാലഘട്ടങ്ങൾക്ക് മുമ്പേ 2 മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാന്നേ. ഈ ഉലക ചരിത്രത്തിൽ ഏത് ജാതി മത വിഭാഗക്കാരനോടും ലോകത്തിലെ ആദ്യത്തെ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ സകല എണ്ണം പറയുന്ന 2 പേരെ കേട്ടിട്ടുള്ളൂ, ആദമും ഹവ്വയും. അത് പറഞ്ഞത് ഈ പുസ്തകമാണ്. വേറൊന്നും കേട്ടിട്ടില്ല. ആദമോ ഈ പുസ്തകപ്രകാരം ആദമിനെ ഹവ്വയും സൃഷ്ടിച്ച ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം. ഇതൊക്കെയാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് പറയാം. അങ്ങനെ ആദ്യത്തെ കല്യാണം, ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഹവ്വ. ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം. അപ്പം പിന്നെ ചില ആളുകൾ ചോദിക്കും, കല്യാണം എവിടെ നടന്നത്? ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി യഹോവയായ ദൈവം. ഇപ്പം വളരെ സന്തോഷം. അപ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറ. എന്താ ഈ കല്യാണം എങ്ങനെയാണ് നടന്നേ? ഇപ്പോൾ ചില ആളുകൾ പറയും, ഈ ആദമെന്ന് പറയുന്ന ആൾ ഈ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി പൊട്ടിച്ച് പെണ്ണിൻ്റെ കഴുത്തേലോട്ടിട്ട് മുറുക്കിയോ എന്നൊക്കെ ചോദിക്കും. അങ്ങനൊന്നും മുറുക്കിയില്ല. അതുകൊണ്ടാണ് പെന്തക്കോസുകാർ മുറുക്കാത്തത്. ഇനി ആരും ചോദിച്ചേക്കരുത്, എന്നാടി അയ്യോ ഇന്നാളൊരു കല്യാണത്തിന് പോയപ്പം തിരുവനന്തപുരത്ത് പാപ്പനംകോട് ഒരു കല്യാണത്തിന് ഞാൻ പോയി. അപ്പോൾ അടുത്തിരുന്നു. അപ്പം ഉപദേശി കൈ പിടിച്ച് യോജിപ്പിച്ചിട്ട് ഇവർ ഭാര്യയും ഭർത്താവുമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരുന്നത്, അയ്യോ അത്ര വെള്ള ഒന്നും കെട്ടിയില്ലല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും മുറുക്കാത്തതിൻ്റെ കാരണം ഏദൻ തോട്ടത്തിൽ ദൈവം സ്ഥാപിച്ചത് അങ്ങനെയൊന്നും മുറുക്കിയല്ല, യോജിപ്പിച്ച. അപ്പം നിങ്ങൾ തിരിച്ചു ചോദിക്കാം, പിന്നെ എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് പറയണ്ടേ? പറയാം. ദൈവം സാക്ഷിയായി, സൃഷ്ടാവ് സാക്ഷിയായി, പടച്ചവൻ സാക്ഷിയായി, ഈശ്വരൻ സാക്ഷിയായി, ആമേൻ, ആദം ഹവ്വയ്ക്കൊരു ഉടമ്പടി ചെയ്ത് ഉടമ്പടിയാൽ യോജിക്കപ്പെടും. എന്താ ഉടമ്പടി? ഈ നിൽക്കുന്നത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞ ദൈവം സാക്ഷിയായ ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടിക്ക് വാല്യൂ ഉണ്ട്, ഉടമ്പടിക്ക് വിലയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മോദിജി ഭരണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാനൊരു യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കണ്ടു, തിരുവനന്തപുരത്തൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വിവിധ കവലകളിലെ ചെറുപ്പക്കാർ വായനശാലകളിലും മറ്റ് കടത്തിണ്ണകളിലുമൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ച ഞാൻ അന്ന് കണ്ടു. എന്തിനാണെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ, അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് കാണാൻ വേണ്ടി ചെറുപ്പക്കാരിങ്ങനെ കാഴ്ച കാണാൻ നിൽക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പറയുന്ന സത്യപ്രതിജ്ഞ വാചകത്തിന് വിലയുണ്ട്. ആ വാചകത്തിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. എന്നതുപോലെ സ്വർഗത്തിലെ സൃഷ്ടാവ് സാക്ഷിയായി ഒരു സത്യപ്രതിജ്ഞ വാചകം ചെല്ലുകയാണ്. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ വാക്കിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ജീവിതമില്ല. ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് ഉണ്ടോ?
ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ല എന്നിരിക്കട്ടെ. പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടുകയല്ലേ പഠിക്കാൻ, അങ്ങനല്ലേ? അതെ, മാംസമുണ്ട്, അസ്ഥിയില്ലെന്നിരിക്കട്ടെ. ഞാനിങ്ങനെ നിവർന്നു നിൽക്കുമോ പാസ്റ്ററെ? ഇല്ല. പിന്നെ മൈദാമാവ് കുഴച്ചിട്ടിക്കുന്ന പോലെ ഇങ്ങനെ കിടക്കത്തുള്ളൂ അല്ലേ? അപ്പം ഞാനിങ്ങനെ നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ കാരണം എനിക്ക് അസ്ഥിയും മാംസവും ഉള്ളത് കൊണ്ടാണ്. അതേസമയം എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ ചേരുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാ അതെ, ഷമീർ കൊല്ലം പെട്ടിക്കകത്ത് കയറി കുഴിക്കകത്ത് കൊണ്ടുവച്ച് മൂടി ആളുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമോ? ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷകനായിരുന്ന ഷമീർ കൊല്ലം വളരെ മികച്ചൊരു പ്രസംഗകനായി. ഇതൊന്നും ജീവിച്ചിരിക്കുമ്പോൾ പറയത്തുമില്ല, അതാണ് സങ്കടം. ചത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തള്ളി 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 അങ്ങ് കൊണ്ടുപോകും. ഇതുപോലൊരു ഭക്തൻ എന്നാ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിട്ട് വെക്കാവുന്ന ഭാരം മുഴുവൻ പോട്ടെ. അപ്പം ഏതായാലും പെട്ടിക്കകത്ത് കയറി കുഴിയിലകത്തോട്ട് വെച്ച് കഴിഞ്ഞ് ദേഹം മറിച്ച് കുഴിക്കകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആമേ, എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ ചേരുന്നത് മരണത്തോടെയാണെങ്കിൽ, മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് സ്നേഹിത ഈ പുസ്തകത്തിലെ ദൈവം സ്ഥാപിച്ച വിവാഹമെന്ന് പറയുന്ന ശുശ്രൂഷയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ മനുഷ്യരായി പിറന്ന എന്നെ കേൾക്കുന്ന സകലരോടും ഞാൻ പറയാം, മരണത്താലല്ലാതെ ദൈവം തന്ന കുടുംബജീവിതം വേർപെടുത്തരുത്. നാട്ടിലുള്ള ആളുകൾ പറയുന്ന പോലെ അടിച്ചു കളയടി അവനല്ലെങ്കിൽ വേറൊരുത്തൻ എന്നൊക്കെ പറയുന്ന പോലെ നിസാരമായി അടിച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ല ദൈവം എൻ്റെയും നിൻ്റെയും പക്കൽ ഏൽപ്പിച്ച കുടുംബജീവിതം. അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യമുണ്ട്, അത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പം മരണം കൊണ്ട് ഇത് യോജിപ്പിക്കാൻ, ഇത് വേർപിരിക്കാൻ മരണം കൊണ്ടല്ലാതെ പറ്റത്തില്ലെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയപ്പോൾ മനുഷ്യൻ്റെ ഈ കുരുട്ട് ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതാണ്, എന്നാൽ പിന്നെ കെട്ടിമുറുക്കാം. കാരണം എന്താ? ഒരു കെട്ടം കെട്ടുകൊടുത്താൽ എപ്പോഴെങ്കിലും വേണ്ടാന്ന് തോന്നിയാൽ ഇത് പൊട്ടിച്ചാൽ മതി, തീർന്നല്ലോ. അപ്പം ഇവനിങ്ങനെ ഓടി നടന്ന് കെട്ടാൻ വേണ്ടി ഇവൻ കണ്ടുപിടിച്ച പരിപാടിയായി ഈ മുറുക്ക്. മനസ്സിലായോ? ഈ മുറുക്കെന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലെങ്കിൽ ചാകുന്ന കാലം വരെ ഇതുങ്ങളെ കൊണ്ട് നടക്കണ്ടേ, വെച്ച് മാറാൻ വല്ലതും പറ്റുമോ? അപ്പോൾ ഇവന് മനസ്സിലായത് ഇച്ചിരി ദുരിതമാണ്, അതുകൊണ്ട് ഒന്ന് മുറുക്കിയേക്കാം, എനിക്ക് നിന്നെ വേണ്ടാടി എന്ന് പറഞ്ഞ് പൊട്ടിച്ച ഇടപാട് തീരുമല്ലോ. അങ്ങനെ ആ സീരിയലുകാരൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില ആളുകളെ സ്നാനപ്പെടാൻ നേരം ചോദിക്കും, എൻ്റെ ചേട്ടൻ കെട്ടിയ കെട്ടുതാലി പൊട്ടിക്കാനോ നോ 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 എന്നൊക്കെ പറയുന്നത്. കാര്യം പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് പറഞ്ഞു പഠിപ്പിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്, ഇത് പൊട്ടിയാൽ ബന്ധം തീരുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നോക്കേ, ആമേൻ, ഒരു കെട്ടുതാലി പോലും ഇല്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും ആരാധിച്ചും മുന്നോട്ട് പോകുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നായർ കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ അറിഞ്ഞു വന്ന ഒരു പെങ്കൊച്ചിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്നാൽ അവളുടെ ചേച്ചി ഈ ഒരു പശ്ചാത്തലത്തിലല്ലാത്ത കാലത്താണ് വിവാഹം നടന്നത്. അപ്പം അവളോട് കല്യാണം നടത്താൻ നേരം പറഞ്ഞു 10-ൽ 9-9:45 പൊരുത്തം കാണുന്നു എന്നൊക്കെ പറഞ്ഞാണ് കെട്ടിച്ചത്. കല്യാണം കഴിയാണ്ട് പിള്ളേരായപ്പോൾ കള്ളും കുടിച്ച് ഇടിയും കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയ അവൻ്റെ വാർഡിന് പോയി. 9:30 ഇല്ല, 9:45 ഇല്ല. ഇപ്പം എൻ്റെ അമ്മായിയമ്മ കാണുമ്പോൾ പറയും, കെട്ടുതാലി പോലും ഇല്ലെങ്കിലും എൻ്റെ കൊച്ചു സമാധാനത്തോടെ ജീവിക്കുന്നെന്ന് പറയും എൻ്റെ ഭാര്യയെ നോക്കിയിട്ട്. മനസ്സിലായോ വല്ലോ? അപ്പം അതുകൊണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ സിമ്പിളായിട്ട് അങ്ങ് ഉപേക്ഷിച്ച് കളയാനും അടിച്ചു കളയാനും വെച്ചുമാറാനും ഒക്കെ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച ഉപായങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ അപ്പുറത്ത് ദൈവം സ്ഥാപിച്ച കുടുംബജീവിതത്തിന് വളരെ വിലയുണ്ട്. ദൈവം സ്ഥാപിച്ച കുടുംബജീവിതത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നിസാരമായി എന്തെങ്കിലും കാര്യം പറഞ്ഞ് കുടുംബം തകർത്ത് കളയാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ഇത് മനസ്സിലാക്കണം. അത് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ല ഞങ്ങളിവിടെ ആരെയും തെറി വിളിക്കുന്നവരും അല്ലെങ്കിൽ വേണ്ടാത്ത പഠിപ്പിക്കും അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല. സുവിശേഷം ഇന്ന് വരെ നാടിന് ഒരു ദോഷവും വരുത്തിയിട്ടില്ല. കള്ളിക്കാട്ടിലുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറ, നിങ്ങൾ കഴിഞ്ഞ തവണ ഒരു സുവിശേഷം ഇവിടെ നടത്തില്ലേ, ആ പ്രസംഗം എൻ്റെ മോൻ ടെറസിൻ്റെ മേളിലിരുന്ന് കേട്ട് അന്ന് തൊട്ടവൻ കുടിയനായി നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടെന്ന് പറയാൻ ഒരപ്പനുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ മോൻ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു അമ്മയുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രസംഗം കേട്ട് അന്ന് എൻ്റെ കെട്ടിയോൻ എന്നെ തല്ലാൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ഇനി മേലിൽ പരസ്യമായി പറയാം, ഈ സുവിശേഷ പരിപാടി കള്ളിക്കാട് ഞങ്ങൾ നടത്തുകയില്ല. ഉണ്ടോ? സുവിശേഷ യോഗം കേട്ട് ഇന്ന് വരെ ഒരു ദോഷവും ഒരു ചെറുപ്പക്കാരന് നാട്ടിൽ സംഭവിച്ചിട്ടില്ല. പകരം ഇന്നലെ വരെ കള്ളും കുടിച്ച് കഞ്ചാവ് പഠിച്ച് പെറ്റതള്ളയ്ക്ക് തലവേനയായി തുണിയില്ലാതെ ഓടെ കിടന്ന ഞങ്ങളെപ്പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്കും മാതാപിതാക്കൾക്കും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്തൊരു പുണ്യം ഈ നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പേര് സുവിശേഷമെന്നാണ്. സുവിശേഷത്തിന് മാത്രമാണ് അതിന് സാധ്യമായിട്ടുള്ളത് എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. വേണ്ട,
ഇവിടെ ഈ നെയ്യാറ്റിൻകര ഈ കരമന റോഡോ അല്ലെങ്കിൽ ഈ കള്ളിക്കാട് ഉറ്റിച്ചൽ റോഡോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു റോഡോ ഇവിടെ സുവിശേഷ യോഗം നടക്കുക, അതുകൊണ്ട് ബസ്സും കാറും ലോറിയും അതിലേ പോട്ടെന്നും പറഞ്ഞ് ഏമാന്മാർ മീശൻ ചുരുട്ടിക്കൊണ്ട് വഴി തിരിച്ചു വിടേണ്ട ഗതികേട് സുവിശേഷ നിമിത്തം ഈ പട്ടണത്തിലുണ്ടായിട്ടുണ്ടോ? പറ, ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ സുവിശേഷത്തെ ഇത്ര അങ്ങോട്ട് വെറുക്കുന്നത്? ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ അഭിമാനത്തോടെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം വളരെ ഗൗരവമായി സ്ഥാപിച്ച ഒരു വസ്തുതയാണ്. കുടുംബജീവിതം, അതിൻ്റെ മഹത്വം വളരെ വലുതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അങ്ങനെ ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തിൽ വായിച്ചത്. അവരെ ഹിന്ദുവായി സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നല്ല. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകം കൈകൊണ്ട് പോലും തൊടത്തില്ലായിരുന്നു. ഈ പുസ്തകത്തിൽ ഹിന്ദുവായി സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, ബുദ്ധനായി സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, ജൈനനായി സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല. പകരം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ ഭഗവാൻ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ കാണുന്ന രണ്ട് ജാതിയേ ഉള്ളൂ, ഒന്നാണും ഒന്ന് പെണ്ണും. അതിൻ്റെ അപ്പുറത്തെ സകല നാശകോടാലിയും ഈ ഇരുകാലി മനുഷ്യന്മാരുണ്ടാക്കിയത്. അതല്ലേ പണ്ട് ഒരുത്തം പാടിയത്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ വേണ്ട പാടുന്നില്ല, ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണിനടി ഉണ്ടാക്കുന്നെന്ന് പാടിയില്ലേ? ഉള്ളതല്ലേ പറഞ്ഞു. അപ്പോൾ ദൈവമല്ല ഇതൊന്നും ഉണ്ടാക്കിയത്. ഈ ഇരുകാലി മനുഷ്യന്മാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് സ്വസ്ഥ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പരിപാടികളാണ് ഇതെല്ലാം. സ്വർഗത്തിലെ സൃഷ്ടാവ് ഭൂതലത്തിൽ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി. ഇത്ര മനോഹരമായൊരു പ്രസ്താവന പറയുന്ന ഈ പുസ്തകത്തെ അല്ലാതെ ഏത് പുസ്തകത്തെ പ്രസംഗിക്കും? പറ. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൻ്റെ അകത്ത് ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, വർണ്ണപ്രശ്നമില്ല. ഷമീറും സിയാദും നസീറും സുരേഷും വിജയനും നാരായണനും ഗോപാലകൃഷ്ണനും ജോസഫും വർഗീസും ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമേ ഉലകത്തിലുള്ളൂ. അത് ദൈവസഭയാണ്. ഒരു പ്രശ്നവും ഇല്ലേ? അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. ഒന്നാമത്തെ കാര്യം ചിന്ത ഇനി കിടക്കുകയല്ലേ ഇന്ന് നാളെയായിട്ട്. അപ്പൊ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ജാതി വേർതിരിച്ച് സൃഷ്ടിച്ചില്ല, മതം വേർതിരിച്ച് സൃഷ്ടിച്ചില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ്. അപ്പം ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് നമ്മുടെ അടുത്ത ചിന്തയ്ക്ക് പ്രത്യേകതയുള്ളത്. അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അത്രത്തോളം മഹത്വകരമായി സൃഷ്ടിച്ച സൃഷ്ടിയായ ഈ മനുഷ്യന്മാരെ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറുന്നൊരു കാലത്തെക്കുറിച്ച് എന്തിനെഴുതി? അവിടെയാണ് ഗൗരവമായ വിഷയം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കള്ളിക്കാട്ടിലെ ആളുകൾ ചോദിക്കാം, ആദ്യം പറഞ്ഞത് കൊള്ളാം, കുഴപ്പമില്ല. മനുഷ്യനെ ദൈവം മതമില്ലാതെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, സ്വരൂപത്തെ സൃഷ്ടിച്ചു, ആത്മാവുള്ളവനായി സൃഷ്ടിച്ചു, കൊള്ളാം. പക്ഷെ ഈ മനുഷ്യൻ മൃഗമാണെന്നൊക്കെ പറയുന്നത് മോശമല്ലേ? മനുഷ്യൻ മൃഗമാണോടോ ഉപദേശി? ആണോ? മനുഷ്യൻ മൃഗമാണോ? അല്ല. ലോകത്തിൽ ഏതെങ്കിലും ഈശ്വരന്മാരെ മനുഷ്യൻ മൃഗമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ ഉച്ചഭാഷണിലൂടെയൊക്കെ മനുഷ്യൻ മൃഗമാണെന്നൊക്കെ പറയുന്നത് മോശമല്ലേ? ഇല്ല. മനുഷ്യനെ മൃഗമെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ ചിലപ്പോൾ കേസ് കൊടുക്കും, ഇല്ലേ? കാര്യം എന്താ? മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് ഇന്ന് നാൽക്കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇരുകാലി മനുഷ്യന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളൊരു പട്ടിക്കുട്ടിയെ എടുത്ത് പാല് കൊടുത്ത് ചോറ് കൊടുത്ത് താരാട്ട് പാടി അതിനെ AC റൂമിൽ കൊണ്ട് കിടത്തി പുതപ്പിച്ച് നിങ്ങൾ തലോടി അതിനെ ഒന്ന് ഉറക്കണം. അങ്ങനെ ആ പട്ടിക്കുട്ടിയെ എത്ര വർഷം ഉറക്കിയാലും ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ആ മൃഗം മനുഷ്യനായി മാറത്തില്ല. മാറത്തില്ല. എന്നാൽ മനുഷ്യനോ? മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന പ്രവൃത്തി ഇവൻ ചെയ്യും, അല്ലേ? ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി, മൃഗങ്ങൾ പോലും ചെയ്യാത്ത അത്രയധികം കാടത്തരം ചെയ്യുന്ന ചെകുത്താന്മാരായിട്ടാണ് ഇന്ന് മനുഷ്യൻ നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്നത്. ശരിയല്ലേ? അപ്പം മനുഷ്യൻ എങ്ങനെ മൃഗമായി ദൈവമാക്കിയോ? അല്ല. പിന്നെ ആരാ? മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യമാണ് അവനെ മൃഗതുല്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വഭാവത്തിൻ്റെ വൈകല്യം. ഇത് ശരിയാണോ എന്ന് കേൾക്കുന്ന കേൾവിക്കാർ സ്വയം പരിശോധിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയട്ടെ. പഠിക്കാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട പെൺകുഞ്ഞ് പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ചെവിക്ക് പിടിച്ച് കിഴുക്കിക്കൊണ്ട് അമ്മയുടെ വക ചോദ്യം,
എടീ കഴുതേ, ഇതിനാണോടി നിന്നെ പഠിക്കാൻ വിട്ടത് എന്നും പറഞ്ഞൊരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ അമ്മമാരോട്, 4 കാലും 1 വാലും കഴുതയുടെ മോന്തയും പെങ്കൊച്ചിനുണ്ടായിട്ടാണോ നിങ്ങൾ ആരെങ്കിലും കൊച്ചിനെ കഴുതെന്ന് വിളിച്ച? പറ. വിളിക്കാത്തവരൊന്നും അല്ലല്ലോ. അപ്പൊ എന്താ അങ്ങനെ വിളിച്ചേ? അപ്പൊ സ്വഭാവത്തിൽ 4 കാലും വാലും ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ? ഈ പഠനത്തിൽ ഒരു ഇച്ചിരി വൈകല്യം വന്നപ്പോൾ മൃഗത്തിന്റെ പേരിട്ട് വിളിച്ചു. ശരിയല്ലേ? വേണ്ട. 3 വയസ്സുള്ള കുഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ വിളിച്ചു കൂവി, പപ്പ പാമ്പ് പാമ്പ് പാമ്പ്. പപ്പ വടി എടുത്തോണ്ട് ഓടി വന്നു. എന്തേ മക്കളെ പാമ്പ്? ദേ അയലത്തെ വീട്ടിലെ ചേട്ടൻ വെള്ളം അടിച്ച് 4 കാലിൽ ഇങ്ങനെ ആടി വരുന്ന രംഗം കണ്ട് 3 വയസ്സുള്ള കുഞ്ഞ് വിളിക്കുക, പാമ്പ് വരുന്നു പാമ്പ്. വാലും തലയുണ്ടായിട്ടാണോ ഈ പേര് വിളിച്ച? പറ. അല്ലല്ലോ. വിവിധ ഇനം പാമ്പുകളാണ് ഇന്ന് കൊച്ചു കേരളത്തിലുള്ളത്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് അറിയാം. പല ജംഗ്ഷനിലും പത്തി വിരിച്ചാടുന്ന മൂർഖൻ മുതൽ ആർക്കും ശല്യമില്ലാതെ ഓടയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന നീർക്കോലി വരെയുള്ള പാമ്പുകൾ ഇന്ന് കൊച്ചു കേരളത്തിൽ സജീവമായി കാണപ്പെടുന്ന പാമ്പുകളാണ്. പിന്നെ ഓണം, ബക്രീദ്, ക്രിസ്തുമസ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വിശേഷപ്പെട്ട പാമ്പുകളെ കാണാം. അപ്പോ പാമ്പ് വരുന്നു. ആരാ പാമ്പ്? വാലും തലയുണ്ടായിട്ടാണോ ഈ പേര് വിളിക്കുന്നത്? അല്ല. നമുക്കറിയാം സ്വഭാവത്തിൽ വന്ന വൈകല്യം മൃഗത്തിന്റെ പേരിട്ട് വിളിപ്പിച്ചു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസിൽ 1-ാം പ്രതിയായ സാജു എന്ന ചെറുപ്പക്കാരനെ പത്രവും ടിവിയും മാധ്യമങ്ങളും വിളിച്ച പേര് മൃഗം സാജു എന്നാണ്, അല്ലേ? പിന്നെ ആട് ആന്റണി, ഓന്ത് അന്തോണി, പരുന്ത് വാസു, മൂർഖൻ രാജു, എന്തെല്ലാം പേരാ. ശരിയാണോ ഈ പറഞ്ഞേ? അപ്പം മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മോശമായിട്ടാണോ? ആണോ? നിങ്ങൾ ചിന്തിക്കണം. ഇത് എന്നെ കേൾക്കുന്ന മനുഷ്യന്മാർ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ ഒരു പ്രസംഗം കേട്ടത് കൊണ്ട് നാളെ തൊട്ട് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്ന് അങ്ങനൊന്നും അല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ആ മികച്ച ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ എടുത്തു നോക്കിയാലും അതിലേറ്റവും മികച്ച ഭരണകൂടമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അറിയോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് പിണറായി സഖാവ് ഭരിച്ചു. അങ്ങനൊന്നുമല്ല. പിണറായി സഖാവ് ഭരിച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്. ആര് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും നമ്മൾ ഈ കേരളത്തിൻ്റെ പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഭരണകൂടങ്ങളും നിയമങ്ങളുമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് നമ്മൾ ഈ കേരളത്തിന് അനുഭവിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സ്വാതന്ത്ര്യം. അറിയോ? വടക്കേന്ത്യയിലോട്ടൊക്കെ നമ്മൾ ഈ കേരള സംസ്ഥാനം കഴിഞ്ഞ് വടക്കേന്ത്യയിലോട്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ ട്രെയിനിൻ്റെ അകത്തുനിന്ന് നമ്മളെ പുറത്തോട്ട് തള്ളിയിടുന്ന TTRമാർ വരെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ വട്ടന്മാർ. ആ സ്ഥാനത്തൊക്കെ ഇവിടെ മനോഹരമായ നിലയിൽ ആളുകൾ ഇടപെടുന്ന ഒരു മേഖലയുണ്ട് വിദ്യാഭ്യാസമുള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്രയും ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് സാർ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചു, കമ്പ്യൂട്ടർ വർദ്ധിച്ചു, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി. കുടിലിൽ ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് ആളുകൾ നല്ല മണിമാളികളിലേക്ക് ജീവിക്കുന്നു, അല്ലേ? എന്നിട്ട് ആകാശമാർഗങ്ങളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു, രാജ്യങ്ങൾ കടന്നു പോകുന്നു. എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ മാറ്റപ്പെട്ടു. പണ്ട് കാലത്ത് നോക്ക്, ഇന്നിപ്പം ഞാൻ ഇവിടെ ഈ കള്ളിക്കാട് കവലയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ലോകത്തിൻ്റെ 5 വൻകര അമേരിക്കയിൽ ഇരിക്കുന്നവരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തത്സമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള സംവിധാനത്തെ പെട്ടിക്കകത്താക്കി നമ്മുടെ കൺമുമ്പിൽ വെച്ചിരിക്കുക. അത്രയും നിലയിൽ ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങൾ മാറി. എല്ലാ കാര്യങ്ങൾക്കും കണ്ടുപിടുത്തങ്ങളുണ്ടായി. പക്ഷേ ഈ മനുഷ്യൻ്റെ കാടത്ത് നിറഞ്ഞ സ്വഭാവത്തെ മാറ്റാനുള്ളൊരു കണ്ടുപിടുത്തം എന്താ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ ഉലകത്തിലൊരു സിസ്റ്റത്തിനും കഴിയുന്നില്ല. ചിന്തിക്കേണ്ടതല്ലേ? അല്ലേ? അയ്യോ, അത് ഭരണകൂടം ശരിയില്ലാഞ്ഞിട്ടാണോ? ചോദിക്കണം. സാർ, എന്തുകൊണ്ടാണ് സാർ ഈ മനുഷ്യന്മാർ ഇങ്ങനെ? ഇവിടുത്തെ നിയമ സംവിധാനം ശരിയല്ലേ സാർ? ഇരട്ടച്ചങ്കുള്ള നേതാവല്ലേ സാർ നമ്മളെ ഭരിക്കുന്നത്? എന്നിട്ട് എന്തുകൊണ്ടാണ് സാർ ഇവിടെ ഈ കുറ്റകൃത്യങ്ങളും ഈ അധർമ്മ പ്രവൃത്തികളൊന്നും ഈ സാക്ഷര കേരളത്തിൽ നിന്ന് മാറാത്തതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? വേണ്ട, കള്ളിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ ചോദിക്കണം. സാർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ, ഇവിടുത്തെ നിയമ സംവിധാനം ശരിയല്ലേ സാർ? ഇവിടുത്തെ ഭരണകൂടം ശരിയല്ലേ സാർ? സാർ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പോലീസുകാർ പറയും, അവർ പറയും, എന്ത് ചെയ്യാനാണോ, ഞങ്ങൾ കാക്കിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും അവർ പറയുക. അതെന്താ സാറേ അങ്ങനെ? അവർ പറയുക, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു 10 കേസ് റിപ്പോർട്ട് ചെയ്താൽ ആ 10ൽ 9 കേസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രതികളെക്കുറിച്ച് പോലീസുകാർ തയ്യാറാക്കുന്ന FIRലും കോടതി മുറിയിലേക്ക് അയക്കുന്ന കുറ്റപത്രങ്ങളിലും അവർക്ക് എഴുതി ചേർക്കേണ്ടി വരുന്ന ഒരു പദമുണ്ട്. എന്താ? സംഭവ സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നു, സംഭവ സമയത്ത് പ്രതിക്ക് സുബോധമില്ലായിരുന്നു, സംഭവം നടക്കുമ്പോൾ പ്രതി കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ വിധമാകുന്ന മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ കുറ്റകൃത്യങ്ങളിലേക്ക് അകപ്പെടുകയാണ്. പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികളെ പോലും കുറ്റവാളികളാക്കി മാറ്റി ജുവൈനൽ ഹോമിലേക്ക് തള്ളുകയാണ്.
ഇവിടെ എന്നെ കേൾക്കുന്ന ഈ കവലയിലുള്ള സകല കച്ചവടക്കാരും വ്യാപാര വ്യവസായികളും കൂലിപ്പണിക്കാരും ലോഡിങ്ങുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാം. എന്തിനാണ് നിങ്ങൾ പകലന്തിയോളം കഷ്ടപ്പെടുന്നത്? പറ. എന്തിനാണ് രാവും പകലും പൊടിയും പുകയും വെയിലും മഴയും ഒക്കെ സഹിച്ച് നിങ്ങൾ എന്തിനാണ് ഈ കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സകല മനുഷ്യരും ഒറ്റ ഉത്തരേ പറയത്തുള്ളൂ. എന്താ? കുടുംബം പോറ്റണ്ടേ ചങ്ങായി, മക്കളെ പഠിപ്പിക്കണ്ടേ? സകല മനുഷ്യരും ഒറ്റ ഉത്തരവ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. എല്ലാ മാതാപിതാക്കളും പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്നത് അല്ലേ? അതെ, എൻ്റെ മോൻ ഈ നാട്ടിലെ വലിയ ചട്ടമ്പിയായി തീരണമെന്ന് പറഞ്ഞ് ഒരു മാതാപിതാക്കളും മക്കളെ വളർത്തുന്നില്ല. എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷയോടെയാണ്. നാളെ എൻ്റെ കുഞ്ഞ് പഠിച്ച് അവനൊരു ജോലി കിട്ടി, അവനൊരു നല്ല നിലയിലെത്തിയാൽ എൻ്റെ മോൻ എനിക്കൊരു തണലാകും അല്ലേ? എൻ്റെ കുഞ്ഞ് പഠിച്ച് നാളെ ഒരു നിലയിലെത്തിയാൽ എനിക്ക് ഈ ഓട്ടം കഴിഞ്ഞൊന്ന് വിശ്രമിക്കാം, അവൾ എനിക്കൊരു തണലാകും. എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രതീക്ഷയോടെ വളർത്തുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്ന? സത്യം, പ്രതീക്ഷയോടെ വളർത്തുന്ന മാതാപിതാക്കളുടെ നെഞ്ചത്തൊരുപിടി തീ കോരിയിട്ടുകൊണ്ട് ഭാവി തലമുറ ചെറിയ പ്രായത്തിൽ ലഹരി നുണഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്തിലെത്തി എന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എന്തേ? UK ഇരിക്കുന്ന ഒരു മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ സ്ഥലം വാങ്ങിയ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? കഴിഞ്ഞ മാസം വായിച്ചില്ലേ? UK ഇരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു വാങ്ങി. അത്രമേൽ മനുഷ്യന്റെ കണ്ടുപിടുത്തം മാറിയെന്ന്. പക്ഷേ ഈ മനുഷ്യന്റെ കാടത്തം നിറഞ്ഞ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ ഒരു കണ്ടുപിടുത്തം നാളിതുവരെ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടോ? പറ. എന്തേ? ദൈവങ്ങളില്ലാഞ്ഞിട്ടോ, മതങ്ങളില്ലാഞ്ഞിട്ടോ, വിശ്വാസങ്ങളില്ലാഞ്ഞിട്ടോ, ഈശ്വരന്മാരില്ലാഞ്ഞിട്ടോ, എല്ലാം കൂടി പോരാത്തതിന് ആൾ ദൈവങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല അല്ലേ? മുക്കിന് ഇപ്പോൾ ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക. നാളെ ഞാനും കണ്ടു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണോ? എന്നാലും മനസ്സിലാകത്തില്ല. അല്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ഇത്രയധികം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എന്താണ് ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയാത്തത്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജംഗ്ഷനിൽ പ്രസംഗിക്കുമ്പോൾ വഴി യാത്ര കടന്നുപോയ എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഇൻസ്പെക്ടർ, അദ്ദേഹം പ്രസംഗം കുറച്ചു നേരം കേട്ടു, ഇറങ്ങി വന്നു, എന്നോട് സംസാരിച്ചു, പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് വളരെ ശക്തമായി ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനൊക്കെ നിങ്ങൾ നടത്തണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ സാറേ കാര്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ ബാഗിൽ നിന്നാണ് MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കണ്ടെടുത്തെന്ന് ചിന്തിക്കണം. എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ അല്ലേ? ഇല്ലേ? എങ്ങോട്ടാണ് നമ്മുടെ നാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എല്ലാത്തിൻ്റെയും പേര് അടിയുണ്ടാക്കാൻ ആണുങ്ങളുണ്ട്. പക്ഷേ ഈ വിപത്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുഞ്ഞുങ്ങളുടെ കഴുത്തിന് പിടിച്ച് മുറുക്കിക്കൊണ്ട് ഈ ചെകുത്താൻ ഭാവി തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുതനും ചോദിക്കണ്ട അല്ലേ? തെറ്റിലേക്ക് പോകുന്നു. എന്നാൽ ഉപദേശിമാർ റോഡിൽ ഇറങ്ങിയെന്ന് കുടിക്കല്ലേ, വലിക്കല്ലേ, മാനസാന്തരപ്പെടുന്നു പറഞ്ഞാൽ ഉപദേശിമാരെ പിടിച്ച് ഭിത്തിയാലടിക്കാൻ നടക്കുക വാട്ടന്മാർ. എന്തേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ നിയമ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രത്തിനും സയൻസും ടെക്നോളജിക്കും ഒക്കെ ഒരു നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള സംവിധാനം മുന്നോട്ട് വെച്ചുകൂടാ? എന്തേ കഴിയുന്നില്ല? ഒരിക്കൽ ഞാൻ ഒരു കവലയിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു, പ്രസംഗിച്ചു. അപ്പം ഈ കുറേ രാഷ്ട്രീയ പ്രേമികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിലൊരാൾ വന്നിച്ച് പറയുക, ഉപദേശി, പിള്ളേർ അങ്ങനെ തെറ്റായ വഴിക്കും ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്നെങ്കിൽ അതിനെ നന്നാക്കാനിവിടെ പോലീസും ഗവൺമെൻറ്റൊക്കെ ഉണ്ട്, അവർ നന്നായിക്കോളും. അല്ല നിങ്ങൾ ഉപദേശിമാരിങ്ങനെ തൊണ്ട കീറി കൂകി വിളിച്ചോണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ചില രാഷ്ട്രീയ പ്രേമികളുണ്ട്. അങ്ങനെയുള്ളവരാരെങ്കിലും കള്ളിക്കാടുണ്ടെങ്കിൽ ഞാൻ അയാളോട് ചോദിച്ച ചോദ്യം നിങ്ങളോടും ചോദിക്കുക, ആര് രക്ഷിക്കുമെന്ന്? പോലീസും ഗവൺമെൻറ്റും. ഇവിടെ ആരാടോ കുടിക്കാൻ കൊടുക്കുന്നേ? പറ. ഇവിടെ ആരാ കുടിക്കാൻ കൊടുക്കുന്നേ? അതാത് സർക്കാർ ആണല്ലോ. കുടിച്ചവനെ വഴി പിടിച്ചു നിർത്തി പിഴയടപ്പിക്കുന്ന ആരാ? ഇതിലും മികച്ച കോമഡി സ്വപ്നങ്ങളിൽ മാത്രം അല്ലേ? കുടിക്കാൻ കൊടുക്കുന്നത് സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്നതും നാടകമേ ഉലകം. ഇതൊന്നും തിരിച്ചറിയാത്ത കോമാളികളായി പൊതുജനം കഴുത അല്ലേ? കാലങ്ങൾ അത്രയായി. കുടിക്കാൻ കൊടുക്കുന്ന ഒരു വശത്ത്, ഇപ്പുറത്ത് കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്നു അല്ലേ? ഇതിങ്ങനെ നടന്നുകൊണ്ട് കാലങ്ങൾ എത്ര. ഈ അടുത്ത കാലത്ത് ഭരണതലത്തിലിരിക്കുന്ന മന്ത്രി പറഞ്ഞ വാക്കാണ്,
അടുത്ത ആഴ്ച കേരളത്തിലുള്ള മലയാളികളെല്ലാം ലഹരിക്കെതിരായി ദീപം തെളിക്കണമെന്ന്. കേട്ടപ്പോൾ സന്തോഷം തോന്നി. മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് ചിന്തിച്ചു. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത പ്രസ്താവന പത്രത്തിൽ, കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞാൽ ഇനി എവിടെങ്കിലും ബിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരും. 3 ആഴ്ചയ്ക്ക് മുമ്പ് എവനാ പറഞ്ഞത് ലഹരിക്കെതിരെ? മനസ്സിലാകുന്നുണ്ടോ? പൊതുജനത്തെ വെറും ഊളകളാക്കുന്ന ഭരണകൂട കോമരങ്ങൾ. മനസ്സിലാവും. ഇവിടെ ഈ പൊതുജനം മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ പറയാം, പിണങ്ങരുത്. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് എന്നെ ഒന്ന് കേട്ടോ, ഞാൻ പറയാം. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ, അവൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകും, മേശിരിപ്പണി. വൈകിട്ട് 1200 രൂപ മേടിച്ച് ശമ്പളം മേടിച്ച് പോക്കറ്റിൽ വെക്കുന്നു. അല്ലേ? കറക്റ്റ് അല്ലേ? 1200 രൂപ. എന്നിട്ട് കയ്യും കാലും മുഖവും കഴുകുന്നു. ഒറ്റ ഓട്ടം എവിടാ? ബിവറേജിലേക്ക്. തന്നത് തിരിച്ചു കൊടുക്കാൻ ബിവറേജിലേക്ക്. അവിടെ പോയി തലേ തോർത്ത് വിട്ടുകൊണ്ട് പമ്മി നിൽക്കുകയാണ് കുപ്പിയെടുക്കാൻ. തൊട്ട് പുറകെ ഹെൽമെറ്റ് വെച്ചോണ്ട് മോൻ നിൽപ്പുണ്ട്. അത് പുള്ളി അറിയുന്നുമില്ല. ഇവിടുത്തെ സീന. അപ്പൻ തോർത്തിട്ടുകൊണ്ട് മോ ഹെൽമെറ്റ് വെച്ചോണ്ട് രണ്ടുപേരും ഒറ്റ ക്യൂവിലാണ്. പുതിയ കാഴ്ച. 1200-ൽ 700 രൂപ കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിൻ്റെ മൂലയിൽ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർക്കുന്നു. അപ്പൻ പിറ്റായി, കുപ്പി കാലിയായി, മിച്ചം 500ആയി. കണക്ക് ശരിയാണോന്ന് ശ്രദ്ധിച്ചോണം. 500ആയി. കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി ആടി അടുത്തുള്ള ആക്രിക്കട വരുന്നു. കാലിക്കുപ്പി അവിടെ കൊടുക്കുന്നു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് 1 രൂപ അല്ലേ ഉള്ളൂ. വികസനമാണല്ലോ. ഏത്? അപ്പം 3 കിലോ അരി വീട്ടിലെത്തും. പെണ്ണും പിള്ളയ്ക്ക് പരാതിയില്ല അല്ലേ? അപ്പോൾ 3 കിലോ അരിയും കൊണ്ട് ഇവൻ ആടി ആടി കൈനറ്റിക്കൊണ്ട എടുത്ത് വീട്ടിൽ പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് അര പിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞു ഊതി. ബാക്കി 500 ഉള്ളത് അവനും കൊണ്ടുപോയി. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിൽക്കുന്നിടത്ത് പോലീസ് കാവൽ, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ. വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ പോയി ഒളിച്ചിരിക്കണം. കാരണം ഇവൻ അതിലാണല്ലോ വരുന്നത്. PSC പരീക്ഷയ്ക്ക് ഇടാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. ഒളിച്ചിരുന്ന് അര പിടിക്കുന്ന ജീവി. പിള്ളേർ എപ്പോൾ എഴുതിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. അപ്പം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വേണമെങ്കിൽ പറയും, അങ്ങനെ പറമോനെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്ത് കളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു പിണ്ണാക്കും ഇവിടെ സംഭവിക്കത്തില്ല. ചുമ്മാ തള്ളുന്നതാണ്. ആര് ഭരിക്കാൻ കയറിയാലും അവരുടെ 2-3 തലമുറയ്ക്ക് കഴിയാനുള്ളതെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് കളം വിടുക എന്നതിൻ്റെ അപ്പുറത്ത് പൊതുജനം അനുഭവിക്കുന്ന പ്രതിസന്ധി ഒന്നും ചിന്തിക്കാൻ ഇവിടെ ഒരു നേതാക്കന്മാർക്കും നേരമൊന്നുമില്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ വട്ടന്മാർ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും മടിയില്ലാതെ നടക്കുക. ഇന്ന് രാത്രി കള്ളിക്കാട് എന്നെ കേൾക്കുന്ന യുവസ്നേഹിത, കൂട്ടുകാരാ, കൂടപ്പുറപ്പ്, നീ ഏത് പാർട്ടിക്ക് വേണ്ടി ചത്താലും കൊന്നാലും ഇരു പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വലിച്ച ചിരിയും ചിരിച്ച് അവരവരുടെ വീട്ടിൽ പോകും. ആരാ നിനക്ക് വേണ്ടി കരയുന്നത്? ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് വരെ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രക്തസാക്ഷികളായി തെരുവിൽ ചത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്ക, ഇംഗ്ലണ്ട്, പിന്നെ ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയെടുത്ത് പോയി പഠിച്ചു, നല്ല ജോലി മേടിച്ചു, നല്ല കാറ് മേടിച്ച്, നല്ല വീട് മേടിച്ച് സന്തോഷത്തോടെ മക്കൾ ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ വേണ്ടി ഫ്ലൈറ്റ് കയറുന്നു. മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഇങ്ങകലെ കള്ളിക്കാട് കൊച്ചു ഗ്രാമത്തിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്കും കമൻറ്റും അടിച്ച് റോഡിൽ കിടന്ന് ജാകുന്നു. ഇതല്ലേടോ ഇവിടെ നടക്കുന്നത്? ആരാ നിനക്ക് വേണ്ടി കരയുന്നത്? അതുകൊണ്ട് ഭരണകൂടം രക്ഷിക്കുന്നെന്നും പറഞ്ഞ് ചുമ്മാ ചിരിപ്പിക്കരുത്. മനുഷ്യനെ ഈ തിന്മകളെ ഇന്ന് ഭരണകൂടം രക്ഷിക്കുന്നെന്ന് പറഞ്ഞൊന്ന് ചിരിപ്പിക്കരുത്. പിന്നെ പോലീസുകാരോട് ചോദിക്കും, സാറേ നിങ്ങളുടെ നിയമ സംവിധാനങ്ങൾ ഈ തെറ്റിലേക്ക് പോകുന്ന മനുഷ്യനെ രക്ഷിക്കാൻ പര്യാപ്തമാണോ? ഈ മൃഗതുല്യനായി ജീവിക്കുന്ന, പെറ്റതള്ളയെ ഉപദ്രവിക്കാൻ നടക്കുന്ന, കൂടപ്പറപ്പിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന, ആമെ ജനിപ്പിച്ച പിതാവിൻ്റെ കഴുത്തറുക്കുന്ന, സകല ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത ഈ കാടത്വം നിറഞ്ഞ മനുഷ്യന്മാരെ രക്ഷിപ്പാൻ നിങ്ങളുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധ്യമാണോ എന്നൊന്ന് ചോദിക്കേ. പോക്കറ്റടിക്കാരനായി ജയിലിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിടുന്നവൻ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായി പുറത്തു വരുന്നതിൻ്റെ അപ്പുറത്ത് മാനസാന്തരപ്പെട്ട് വന്നൊരു പോക്കറ്റടിക്കാരനില്ല. വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നരാധമനായി ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി കടിച്ചുകീറി റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്ത് സംഭവിച്ചു? ജയിലിൻ്റെ അകത്ത് കിടന്ന് തിന്നുകുടിച്ച് തടിച്ചു കൊഴുത്ത് സിനിമാ നടനെ പോലെ ഇറങ്ങി വന്നപ്പോൾ അവന് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് ആമേ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈ വെച്ചു കൊടുക്കാൻ തയ്യാറായ സംഘടനകളുടെ നാടാണ് സാർ കേരളം. ആമേൻ. നിങ്ങളുടെ നെയ്യാറ്റിൻകരയിൽ ഷാരോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്തു കൊന്നു കളഞ്ഞ ഗ്രീഷ്മ ചിരിച്ചുകൊണ്ട് ജാമ്യമെടുത്ത് പുറത്തിറങ്ങി വന്നല്ലോ. പോലീസുകാർ പറഞ്ഞ വാക്കെന്താ? റാങ്ക് ഹോൾഡർ, മിടുക്കി അല്ലേ? നിയമം കൊടുത്ത്
പരിഗണന എന്താ? പ്രായം കുറവാ, 22 വയസ്സല്ലേ ഉള്ളൂ. സത്യ, എത്ര ആളുകളെ കൊള്ളാനുള്ള പ്രായം ഇനി കൊച്ചിനുണ്ട്. അകത്ത് കിടന്നാൽ കൊല്ലാൻ പറ്റുമോ? പുറത്തു പോയി കൊന്നിട്ട് വരട്ടെ. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നന്നാക്കുന്നാണ് പറയുന്നത്. ചുമ്മാ ചിരിപ്പിക്കല്ലേ ചങ്ങായി. ഇവിടെ ഒരു ശിക്ഷാവിധികളും മനുഷ്യനെ നന്നാക്കി മാനസാന്തരപ്പെടുത്തി നല്ലവനാക്കി പുറത്തു കൊണ്ടുവന്ന ഒരു ചരിത്രമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഉപദേശിമാരിങ്ങനെ കവലകൾ തോറുന്നൊന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ കമ്പ്യൂട്ടർ യുഗത്തിലും നാണമില്ലാതെ ഞങ്ങൾ തെരുവിൽ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം, ഒരു കണ്ടുപിടുത്തങ്ങൾക്കും ഒരു ശാസ്ത്രത്തിനും ഒരു ഭരണകൂടത്തിനും ഒരു നിയമ സംവിധാനങ്ങൾക്കും നന്നാക്കാൻ കഴിയാത്ത മനുഷ്യരെ നന്നാക്കാൻ കഴിയുന്ന ഒന്ന് ഉലകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. കാലങ്ങളായി മനുഷ്യനെ സകല തിന്മകളിൽ നിന്ന് വിടുവിച്ച് ആമേൻ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനെയും നന്മയിലേക്ക് നയിച്ചും കൊണ്ട് ജയിലിന്റെ അകത്ത് പോലും കടന്നു ചെന്ന് കുലപാതകിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ കള്ളിക്കാട് വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. എത്ര പേരെ കാണിച്ചു തരണം? എത്ര പേരെ കാണിച്ചു തരണം? ഇവിടെ നിരന്നിരിക്കുന്ന ഉപദേശിമാർക്ക് മൈക്ക് കൊടുത്താൽ വിജയൻ എന്നാ രക്ഷിക്കപ്പെട്ടെ? 20 വർഷമായി. 2004 വിജയൻ യേശുവിൻ്റെ പുറകെ ഇറങ്ങി. അതിന് മുമ്പത്തെ വിജയൻ ഇങ്ങനെ ആയിരുന്നോ? പറ. വിജയന് മൈക്ക് കൊടുത്താൽ ഇപ്പൊ കേൾക്കാം അതിന് മുമ്പ് എന്തായിരുന്നെന്ന്. മനസ്സിലായോ? ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും തലവേദനയായി ജീവിച്ച ഭൂതകാലം എനിക്കുണ്ട്. ഇതുപോലുള്ള സന്ധ്യാസമയങ്ങളിൽ ഞങ്ങളുടെ കവലയിൽ കൂട്ടുകാരുമായിട്ട് കൂടുക. കൂട്ടുകാർ കൂടി ആദ്യം പറയുന്ന ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഷെയർ ഇടളിയാ, കുപ്പിയെടുക്കാന്ന. കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി പാട്ടും കൂത്തും ഗാനമേള നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായിട്ട് ഉത്സവപ്പറമ്പി അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം. അന്ന് ഈ കവലയിൽ നിന്ന് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരൊക്കെ ഉണ്ട്. അവൻ്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും. ചിലപ്പോൾ തോന്നും. എനിക്ക് മാറിയല്ലോ, നിങ്ങൾക്ക് മാറും. അങ്ങനെ ചിന്തിച്ച് നടന്നൊരു കാലമുണ്ട്. എന്നാൽ ഇന്നേക്ക് 2002 22 വർഷങ്ങൾക്കപ്പുറം പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താണ്, ഇതെന്താ സംഭവം എന്ന് ഒന്ന് അറിയാൻ ചെവി കൊടുത്തപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ജീവിതത്തിന്റെ ചരിത്രം മാറ്റി. കഴിഞ്ഞ 22 വർഷമായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തു എന്ന സുവിശേഷം. എങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കും? എങ്ങനെ ഞങ്ങൾ പറയാതിരിക്കും? നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ നോക്ക്. അത്യാവശ്യം ഇറച്ചിയൊക്കെ ഉള്ള പിള്ളേരാ. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് ലോകത്ത് നടക്കുന്നത് എങ്ങനെയാ? ഇവർക്കും ഇതൊക്കെ ആകും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കാകും. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ സകല തിന്മകളിൽ നിന്നും നന്മയുള്ളവനാക്കി തീർക്കുന്ന ഉലകം കണ്ട ഏക സന്ദേശം. അതാണ് സുവിശേഷം. അപ്പൊ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറുന്ന മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന ഉലകം കണ്ട ഏക സന്ദേശം അത് സുവിശേഷമാണെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ഈ പരസ്യവേദിയിൽ നിന്നുകൊണ്ട് പറയുന്നത് കേവലം വാക്കുകളാലല്ല. ഇവിടെ നിരന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറയാനുണ്ട് ഈ യേശുവിൻ്റെ പിന്നാലെ വരുന്നതിന് മുമ്പ് അവർ എന്തായിരുന്നു എന്ന്. എൻ്റെ സ്നേഹിതൻ സുവിശേഷകൻ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ട്. അദ്ദേഹം സുവിശേഷകനാണ് ഇന്ന്. എന്നാൽ കോട്ടയത്ത് ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നൊരു കാലത്ത് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി കാൽവെള്ളയിൽ ചൂരൽ കൊണ്ടടിച്ചിട്ടുണ്ട്. സിയാദിനെ ചൂരൽ നന്നായതല്ലാതെ സിയാദ് നന്നായിട്ടില്ല. അങ്ങനെ ജീവിച്ച സിയാദ് മുഹമ്മദ് ഒരു ദിവസം തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലൊരു ഗ്രൗണ്ടിൽ, ഇതുപോലൊരു കൺവെൻഷനിൽ നിന്നുകൊണ്ട് മാവേലിക്കര രാജു എന്ന് പറയുന്ന അഭിഷിക്തൻ പാടിയൊരു പാട്ടുണ്ട്. ശാശ്വതമാർഗം യേശുവിലുണ്ട്, ആശ്വസിപ്പിച്ചിടും നിന്നെ എന്നും ശങ്കയന്യേ വന്നിടുകിൽ നിന്റെ സങ്കടമെല്ലാം തീർക്കും അവൻ. ഒറ്റപ്പാട്ട്, ഒരു ചൂരൽ പ്രയോഗം വേണ്ടി വന്നില്ല. സിയാദിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറി. യേശുവെങ്കിലേക്ക് കടന്നു വന്നു. ഉഗാണ്ടയിലെ കാര്യമല്ല പറഞ്ഞ, കൊച്ചു കേരളത്തിൽ
ദേണ്ട നാലാഞ്ചിറയിൽ അബ്ദുൾ സമദ്, കണ്ണൂർ തളിപ്പറമ്പിൽ അബ്ദുൽ വഹാബ്, ഷാജഹാൻ മലപ്പുറം മഞ്ചേരി, സൗദാ ബീവി, റംല തോമസ്, എത്ര 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 ആളുകൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ നാട്ടുകാരുണ്ടല്ലോ എത്ര പേര്. ഇവിടെ ഒരു സതീഷ് പട്ടകുളം, സുരേഷ്, രമേശ്, അല്ലേ, ഗോപാലകൃഷ്ണൻ, എത്ര എണ്ണമുണ്ട്. നാളെ കഴിഞ്ഞ് പ്രസംഗിക്കുന്ന അജി ആൻ്റണി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം മതത്തിൻ്റെ സന്ദേശമല്ല, മനുഷ്യനെ നന്നാക്കുന്ന സന്ദേശമാണ്. അപ്പൊ ലോകത്തിലെ ഒരു സിസ്റ്റങ്ങൾക്കും ഒരു കണ്ടുപിടുത്തങ്ങൾക്കും ഒരു ശിക്ഷാവിധികൾക്കും നന്നാക്കാൻ കഴിയാത്ത മനുഷ്യനെ നന്നാക്കുന്ന നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഏക സന്ദേശം സുവിശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗം കൂടെ ചിന്തിക്കാതെ നിർത്താൻ കഴിയില്ല. സുവിശേഷം എങ്ങനെയാണ് മനുഷ്യനെ നന്നാക്കുന്നത്? എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്? എന്താണ് ഇതിൻ്റെ മാജിക്? അത് മനസ്സിലാക്കണമെങ്കിൽ, സുവിശേഷം മനുഷ്യനെ നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ, അതിനു മുൻപ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ തിന്മകൾ ചെയ്തു കൂട്ടുന്നത് എന്ന സത്യം ആദ്യം അറിയണം. വേണ്ടേ? അറിയണം. എന്താ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പെറ്റതള്ളയുടെ കഴുത്തിലോട്ട് കത്തി വെക്കുമ്പോൾ അറിയില്ലേ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച എൻ്റെ അമ്മയാണിതെന്ന്? ഒരു വയറ്റിൽ ഒന്നിച്ചു കിടന്ന കൂടപ്പിറപ്പിനെ പീഡിപ്പിക്കാൻ ഓടിപ്പാഞ്ഞടുക്കുമ്പോൾ അറിയില്ലേ എൻ്റെ കൂടപ്പിറപ്പാണെന്ന്? എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്നിട്ടും ഇങ്ങനെയുള്ള കാടത്തരങ്ങൾ ചെയ്യുന്നത്? അതറിയണ്ടേ? അറിയണം. ചില ആളുകൾ പറയും, മോനെ അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നത്. ആർക്കാ അറിയാത്ത? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് അറിയാത്ത ആരാ കുടിക്കുന്നത്? മാതൃഭാഷ വെണ്ടയ്ക്ക പോലെ കുപ്പിയുടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വയസ്സായവർക്ക് എഴുത്തും വായന അറിയാതെ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സർക്കാർ വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി. സകല വയസ്സന്മാരെയും കൊണ്ടും സാക്ഷരത പഠിപ്പിച്ചു. വായിക്കാതെ കുടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അറിയാത്ത ആർക്കാ? പുകവലി കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അല്ലേ? ഇത് അറിയാം, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കയ്യുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിൻ്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ പണ്ട് കാലത്ത് ഈ പഴക്കടയിൽ ചെന്നിട്ട്, പണ്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് നമ്മുടെ ബാല്യകാലത്ത് ഈ പഴക്കടയിൽ ചെന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്തേ? തോളെ കിടന്ന് തോർത്തെടുത്ത് മുന്തിരിയുടെ മേലെ ഇങ്ങനെ ഒരു വീശ, അല്ലേ? പണ്ട് എന്തിനാ? മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടാണ് പണ്ട് നമുക്ക് 1 കിലോ മുന്തിരി തൂക്കി തന്നെ, അല്ലേ? അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താ? ഓ, ഈ കടയ്ക്കൊട്ടും വൃത്തിയില്ലെന്ന്. ശരിയല്ലേ അച്ഛാ? എന്നാൽ ഇന്നത്തെ പഴക്കടയിൽ നിങ്ങളൊന്ന് നോക്കേ, സ്കാൻ ചെയ്താൽ പോലും ഒരൊറ്റ ഈച്ച മുന്തിരിയുടെ പരിസരത്തില്ല. ഉണ്ടോന്ന്? ഇല്ല. എന്നാ കടയ്ക്ക് വൃത്തി കൂടി ഉണ്ടാണോ? അല്ല. ഈച്ചയ്ക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പെരട്ടി തേച്ച് മിനുക്കി ഓറഞ്ചും മുന്തിരിയും ആപ്പിളും ഒക്കെ ഗ്ലാമറായി തിളങ്ങി നിൽക്കുക. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുമെന്ന് ഈച്ചയ്ക്കറിയാം. അതുകൊണ്ട് ഈച്ച വഴിമാറി നടക്കുക. അതാ സത്യം. മനസ്സിലായോ? കണ്ണിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര ഇട്ടിട്ടൊന്ന് നോക്കി നിന്നേ. ഉറുമ്പ് നടന്നു വരുന്നു, രണ്ടും മണത്ത് നോക്കുന്നു, കൂട്ടുകാരെ എല്ലാം വിളിക്കുന്നു, പഞ്ചസാര മാത്രം ചുമന്നുകൊണ്ട് വരിയായി പോകുന്നു. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പിനോട് ചോദിക്കും, ഉറുമ്പേ, ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഐറ്റമാണ്, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തതെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയും, ചേട്ടാ, പിണക്കം കൊണ്ടല്ല, ഈ ഉപ്പിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് ഞങ്ങൾ ഉപ്പെടുത്തില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? പറഞ്ഞു വന്നതിൻ്റെ സാരം, മിണ്ടാപ്രാണിയായ ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ അറിയുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും ഇത് തെറ്റാണ്, തിന്മയാണെന്ന് അറിയാമായിരുന്നിട്ടും, ഇത് പോലീസ് പിടിക്കും ഇടികൊള്ളുമെന്ന് അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കയ്യുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിൻ്റെ തിണ്ണയിലേക്ക് ഓടുന്നതും കുപ്പി പൊട്ടിച്ചടിക്കുന്നതും സകല തിന്മകളും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നതും അറിവില്ലായ്മയല്ല സുഹൃത്തേ, അറിയാഞ്ഞിട്ടല്ല. ഞാനൊരിക്കൽ ജയില് സന്ദർശിക്കാൻ പോയി. ഞങ്ങൾ ഉപദേശിമാരുടെ പണി ആശുപത്രിയും ജയിലും ഒക്കെ സന്ദർശിച്ചിങ്ങനെ നടക്കും. അപ്പം നാട്ടുകാർ പറയും, ലേവന്മാർക്ക് വേറെ ജോലിയും കൂലിയൊന്നും ഇല്ല, ഇങ്ങനെ നടക്കുക എന്ന് പറയുമല്ലോ. ആ കൂട്ടരാ ഞങ്ങൾ. അപ്പം അങ്ങനെ ജയില് സന്ദർശിക്കാൻ പോയി. അപ്പം ജയിലിലെ പോലീസുകാർ പറഞ്ഞു, ദേ പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർ ഇറങ്ങിയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ
കുറച്ച് പേര് അണ്ണന്മാർ തടിമിടുക്കന്മാർ എല്ലാം കൂടെ ഇങ്ങോട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല തടിമാടനായ ഒരുത്തൻ ഇങ്ങനെ നടന്ന് അടുത്തോട്ട് വന്നു. നല്ല കിലോ കണക്കിന് ഇറച്ചിയാണ്. നമ്മൾ വിചാരിച്ചു എന്തായാലും വഴക്കുണ്ടാക്കാൻ വരുവാണോ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇയാൾ അടുത്ത് വന്നേച്ചുണ്ടല്ലോ, കൊച്ചു കുഞ്ഞിനെ പോലെ കരയുക, കൊച്ചു കുഞ്ഞിനെ പോലെ കരയുക, പൊട്ടിക്കരയുക. ഇത്രയും വലിയ ശരീരം വെച്ച് ചിവ നിന്ന് കരയുക. അടുത്ത് സഹോദര എന്താ സംഭവം എന്താ? എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ് കരയുക. എന്താ സംഗതി എന്താ? എന്ത് തെറ്റ് ചെയ്തിട്ടാ താങ്കൾ ഇവിടെ വന്നേ? ഉടനെ പറയാ, ഞാൻ ഒരാളെ കൊന്നു സാറേ. അയ്യോ, കൊന്നോ? ഒരാളെയൊക്കെ എങ്ങനെ കൊല്ലാൻ പറ്റുന്നേ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറയാ, എൻ്റെ പൊന്നു സാറേ, കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അല്ല പിന്നെന്താ സംഗതി എന്നെ പുള്ളി പറയുക. അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൻ്റെ ഓല ഇപ്പുറത്തെ വീട്ടിലോട്ട് ചാഞ്ഞ് കിടക്കുകയായിരുന്നു, പുള്ളിയുടെ വീട്ടിലോട്ട്. കുറേ കാലമായിട്ട് അവനോട് ഓല വെട്ടണം എന്ന് പറഞ്ഞിട്ട് അയാൾ വെട്ടിയില്ല. ഒരു ദിവസം ഞാൻ വൈകിട്ട് 2 അടിച്ച് മിനിങ്ങിയേച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാ മനുഷ്യ അവൻ ഓല. നല്ല ഭാര്യ. ഒന്നാമത് അടിച്ച് വീലായി വരുന്നവനെ മൂപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് അവൻ ഓല വെട്ടാത്തതെന്ന്. ഇന്ന് അവനെ കൊണ്ട് ഓല വെട്ടിച്ചിട്ട് ബാക്കി കാര്യമുള്ളതെന്നും പറഞ്ഞ് അടുക്കളയിൽ പോയി പിച്ചാത്തി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, വെട്ടടാ ഓലയെന്ന്. അവൻ പറഞ്ഞു വെട്ടത്തില്ലെന്ന്. കത്തി എടുത്ത് ഒറ്റ കുത്ത് ഇതാ കിടക്കുന്നു, അവൻ ചത്തു. ഒരു ഓല ചാഞ്ഞ് കിടന്ന വിഷയമാണ്. ഇപ്പം പറയുന്നത് എന്താ? കൊല്ലാൻ വേണ്ടി. എന്നെ അന്നേരം അറിയത്തില്ലേ കത്തി കൊണ്ട് കുത്തിയാ ചാവൂന്ന് അറിയത്തില്ലേ? അറിയാം. അപ്പോൾ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നത്. ഇതെല്ലാം മനുഷ്യർക്കും അറിയാം. ഇതെല്ലാം തെറ്റാണ്, തിന്മയാണ്, കുറ്റമാണ്. ഇതൊന്നും അറിയാത്ത ഇവിടുത്തെ ഇപ്പോൾ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അവർ നമുക്കറിയാത്ത കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന തലമുറയാണ്. അതുകൊണ്ട് ഇതൊന്നും ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആമൻ തെറ്റാണെന്നറിഞ്ഞിട്ടും തിന്മയാണെന്നറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് നല്ലത് ചെയ്യാൻ കഴിയാതെ ഈ തിന്മയിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടു പോകുന്ന ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിലാണ് മനുഷ്യനെന്ന യാഥാർത്ഥ്യമാണ് ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ആ വിപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. മനുഷ്യൻ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടു പോകുന്ന ഒരു അദൃശ്യ ശക്തി മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ആ അദൃശ്യ ശക്തിയെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്നേഹിത, പാപം. നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യൻ പാപമെന്ന് പറയുന്ന വിപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. എന്താ ഈ പാപം? പാപം എന്താ? ചില ആളുകൾ പറയുമോ 2024 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരുത്തം പ്രസംഗിക്കുക മനുഷ്യൻ പാപിയാണ്, വേറെ ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരുണ്ട്. മനുഷ്യൻ പാപി അല്ല എന്ന് പറയുന്നവരാരെങ്കിലും കള്ളിക്കാട് എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം കള്ളിക്കാട് പാപി ഉണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും പോകണ്ടല്ലോ, അന്വേഷിച്ചേ. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടാണ് ചേട്ടൻ സമാധാനത്തോടെ ഉറങ്ങിയത്. എന്നിട്ടും ചിലർക്ക് ഇപ്പോഴും ഉറക്കമില്ല. അവൻ നമ്മുടെ നാട്ടിലെ സഹോദരിമാരോട് ചോദിച്ചാൽ രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ പെണ്ണുങ്ങൾ ഉറക്കുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. അല്ലേ? കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പുലി ഇറങ്ങാതിരിക്കാനാണോ കള്ളിക്കാട് പോലീസ് സ്റ്റേഷൻ? അല്ല, പിന്നെന്തിനാ? മനുഷ്യന്മാർ കുറ്റകൃത്യങ്ങളും തിന്മകളും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എന്നതിൻ്റെ സത്യം. അപ്പം മനുഷ്യൻ പാപിയാണ് എന്ന് വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. മനുഷ്യൻ പാപിയാണ്. പാപമെന്ന് പറഞ്ഞാൽ എന്താ? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇവിടെ ഉപദേശിമാരുടെ സഹായമൊന്നും വേണ്ട അവനെ പിടിച്ചു കെട്ടാൻ. പിണറായി സഖാവിനൊരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് എന്നേ നാട് രക്ഷിക്കായിരുന്നു, അല്ലേ? പിന്നെ പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി എന്നേ നാട് രക്ഷിക്കായിരുന്നു. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വെട്ടിക്കളഞ്ഞ് എന്നേ നാട് രക്ഷിക്കായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ സുഹൃത്തെ, സ്നേഹിത, വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. പിന്നെന്താ? മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ട്. ആ ഇരുട്ടിനെയാണ് വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്നത്. ഈ പാപം മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയേറിയ കാലം മുതൽ മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി, മോക്ഷം തേടി അലയാൻ തുടങ്ങി, ആമേൻ, ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാലം എത്ര കഴിഞ്ഞിട്ടും കണ്ടുപിടുത്തങ്ങൾ മാറി മറിഞ്ഞിട്ടും പുതിയ 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 ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇന്നും ഇപ്പോഴും ഓടിക്കാറി പോകുന്നവനും ഓടിപ്പോകുന്നവനും മോക്ഷം തേടി നടക്കുക. ശരിയല്ലേ?
എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാലും എന്തെല്ലാം മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായാലും അവൻ ഇന്നും മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ കിട്ടും മോക്ഷമാർഗം? മനുഷ്യൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവരായ സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മോക്ഷം തേടി ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പുരാണങ്ങൾ പരിശോധിച്ചിട്ട് അവർ പറയും ഉണ്ട്. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയ എന്നും പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കോ ഭഗവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കോ ഭഗവൻ. പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. ഇസ്ലാമിക സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കണം, നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ടോ? ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ സൂക്തം ഇങ്ങനെയാ പറയുന്നത്: റബ്ബിൽ ആലമീനായ തമ്പുരാനേ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിക്കണം, ആമേ, നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? പൗലോസ് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നതാരാണ്? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപത്തിനടിമപ്പെട്ടിരിക്കുന്നു. പാപം എന്ന് പറയുന്ന ഇരുട്ട് അവനെ പിടിമുറുക്കിയിരിക്കുന്നു. നല്ലതും തീയതും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം മനുഷ്യന്റെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ തെറ്റിലേക്ക് പോകുവാൻ പ്രിയപ്പെടുന്നു, തിന്മകളിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ പാപത്തിൽ നിന്ന് മോക്ഷം തേടി, ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപത്തിലാണ്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരും പാപത്തിലാണ്. ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. അംഗീകരിക്കാം, മനസ്സുള്ളവർക്ക് അംഗീകരിക്കാം, വേണ്ടാന്നുള്ളവർക്ക് വിട്ടുകളയാം. പക്ഷെ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കും, എനിക്കറിയാം. എന്താണ്? നിങ്ങൾ ചോദിക്കും, അല്ല ഉപദേശി, താങ്കൾ പറഞ്ഞു ബൈബിൾ അനുസരിച്ച് ആദാം പാപം ചെയ്ത നിമിത്തം സകല മനുഷ്യരും പാപികളാണ്. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉപദേശി, മനുഷ്യ പാപിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോരെ? ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നിങ്ങളെ ക്രിസ്ത്യാനികൾ നിങ്ങളെല്ലാം പാപി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അതും പോട്ടെ, ഈ ആദമോവയും പാപം ചെയ്തു, ഓക്കെ, സമ്മതിച്ചു. അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് ഇതൊക്കെ വല്ല യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ ഉപദേശി എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ന്യായമായ ചോദ്യങ്ങൾ അതൊക്കെ. എന്നാൽ എന്തുകൊണ്ട് സകല മനുഷ്യരും പാപിയാണെന്ന് ബൈബിൾ പറയുന്നു? ഉത്തരം കേട്ടോ. ആദമോവയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെങ്ങനെ പാപിയായി എന്ന് ചോദിക്കുന്നവരോടൊരു മറുചോദ്യം: എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? ആരാ? എയ്ഡ്സ് രോഗിയാ. ഈ ചോരക്കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തേ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് ഒരു ജന്മം അനുഭവിച്ചു തീർക്കുന്നത് സയൻസ് സമ്മതിക്കുന്നില്ലേ? ബുദ്ധി സമ്മതിക്കുന്നില്ലേ? ഡിഗ്രി സമ്മതിക്കുന്നില്ലേ? ഉണ്ട്. അതെങ്ങനെ അങ്ങനെ വന്നേ? അത് രക്തത്തിലൂടെ വന്നു. ആണോ? ശരി. അങ്ങനെങ്കിൽ ആദാമ്യ പാപം ക്രിസ്ത്യാനി മാത്രം വന്നാൽ പോരെന്ന് ചോദിക്കുന്നവരോട്, മറ്റുള്ളവർക്ക് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഉത്തരം അപ്പോസ്തല പ്രവൃത്തി 17:26 ഒന്ന് വായിച്ചാട്ടെ. 17:26 ഒന്ന് ശ്രദ്ധിച്ചോണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദേശവാസികൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ട് സകല മനുഷ്യരിൽ ഈ പാപം വന്നു എന്ന് ഞങ്ങൾ പറയുന്നത്? ഇത് ക്രിസ്ത്യാനിയോട് നിങ്ങൾ പള്ളിക്കകത്തങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് മൈക്ക് കെട്ടിവെച്ച് പൊതുജനത്തോട് പറയുന്നത് എന്തിനാ? ഞങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? അതിൻ്റെ ഉത്തരമായി പറയുന്നത് ഒന്ന് വായിച്ചേ. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെ ഉളവാക്കി. കേട്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ വല്ലതും? ഒന്നുകൂടെ ലളിതമായി പറഞ്ഞു തരാം, കേട്ടോ? ബൈബിളിന്റെ ഏറ്റവും സുന്ദരമായ അലംഘനീയമായ പ്രഖ്യാപനമാണ് വായിപ്പിച്ചത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറയുന്ന ആള്, സൃഷ്ടാവെന്ന് പറയുന്ന ആള്, ഈശ്വരൻ എന്ന് പറയുന്ന ആള്, പടച്ചവൻ എന്ന് പറയുന്ന ആള്, സകലത്തെയും നിർമ്മിച്ച സൃഷ്ടാവ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല, ഏതെങ്കിലും ഒരു വില്ലേജിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല, ഏതെങ്കിലും ഒരു ജില്ല
ജില്ലക്കകത്ത് ഒതുക്കാൻ പറ്റുന്ന പുള്ളിയല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന പുള്ളിയല്ല. സർവശക്തനായ സൃഷ്ടാവ് ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ അകത്ത് കുടിയിരിക്കുകയല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് സൃഷ്ടാവ്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. അപ്പൊ ചോദിക്കും, എവിടെ കുടിയിരിക്കും? ദൈവം കുടിയിരിക്കുന്ന മന്ദിരം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല സൃഷ്ടാവ്. പിന്നെയോ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിന്റെ ശരീരമെന്നും നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണെന്നും വേദപുസ്തകം പ്രഖ്യാപിക്കുമ്പോൾ ഭൂതലത്തിലെങ്ങും ദൈവം എങ്ങനെയാ കുടിയിരിക്കുന്നത്? ഭൂതലത്തിലെങ്ങും മനുഷ്യനുണ്ടാകണം. കാരണം ദൈവം വസിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. അതുകൊണ്ട് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ദൈവം ഒരുത്തനിൽ നിന്ന്, അങ്ങനല്ലേ വായിച്ചേ, ഒരുത്തനിൽ നിന്ന്. ആരാണ് ഒരുത്തൻ? ആദാമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. എന്തോ മനസ്സിലായി? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്നാ ഈ പറഞ്ഞ് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? അതെ, ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു, ആദാമെന്ന ഏക രക്തത്തിൽ നിന്ന്. അല്ലേ? അയ്യോ അത് ശരിയാണോ ഉപദേശി? ശരിയാ, ഒന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്ക്, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുത്ത് കള്ളിക്കാട് ലാബിൽ കൊണ്ട് കൊടുക്ക്. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു, തിരിച്ചറിയാനുള്ള കണ്ടുപിടുത്തമൊക്കെ കയ്യിലുണ്ട് ഇല്ലേ? എന്നാൽ വീണ്ടും 4 ബോട്ടിൽ എടുക്ക്. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്നു പള്ളിയിലച്ഛൻ, ദേ ഇരിക്കുന്നു മുസ്ലിയാർ പൂജാരി. തരുമോ പാർഷേ? ഇല്ല. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം അല്ലേ പാർഷേ? അതുകൊണ്ടല്ലേ ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലില്ലല്ലോ. മസിലുണ്ടോ? ഉപദേശിയെ അടിക്കാൻ നിൽക്കും, പക്ഷെ ഉപദേശം രക്തം കൊടുത്താൽ മേടിക്കത്തില്ലേ? മേടിക്കും ഇല്ലേ? രക്തം കൊടുക്കുമ്പോൾ മസിലില്ല. എന്തേ? ഒറ്റ രക്തത്തിൻ്റെ ഉടമ. ശരിയാണോ പറഞ്ഞേ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ക്രിസ്ത്യാനി ചെറുക്കൻ ബൈക്ക് ഓടിച്ചു പോയി, ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി, തലപൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും? കരച്ചിൽ കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി കൊടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ, ഇന്ന് വരെ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഉപദേശി? ഇല്ല. പിന്നെ എന്തിനാണോ ഈ തമ്മിലടിക്കുന്നത്? എന്തിനാണോ മനുഷ്യന്മാരെ തമ്മിലടിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി, മനോരമയെ പരസ്യം ചെയ്തൊരു കിഡ്നി വേണം. പരസ്യം കണ്ടു വന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി വേണ്ടെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണോ തമ്മിലടിക്കുന്നത്? മനുഷ്യന്മാരെന്തിൻ്റെ പേര് തമ്മിലടിക്കുന്നു? ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമയല്ലേ? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിൻ്റെ ഉടമ. ഈ തിരിച്ചറിവല്ലേ മനുഷ്യൻ്റെ തലച്ചോറിന് വേണ്ടത്? അല്ലേ? ഈ തിരിച്ചറിവ് ഇല്ലാതെ ജീവിച്ച കാലത്തു നിന്നും ഇവിടുത്തെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമയാണെന്ന തിരിച്ചറിവിൻ്റെ തലച്ചോറ് ഞങ്ങൾക്ക് തന്ന സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ഇത് ഞങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? ഇപ്പൊ ഈ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കാവി ഉടുത്തോ തൊപ്പിയിട്ടോ ചരട് കെട്ടിയോ ഇങ്ങോട്ട് ഒരുത്തൻ കയറി വന്നാൽ പരസ്യമായി പറയാം, ദാ ഇവിടെ ഇരിക്കുന്ന ഉപദേശിമാരോട് പറയാം, നിങ്ങളെല്ലാം അവനെ ആദ്യം വിളിക്കുന്ന പേരെന്തായിരിക്കും? ബ്രദർ, സഹോദര, അല്ലേ? സഹോദര, ബ്രദറെ, സഹോദര, ബ്രദർ. അങ്ങനെ വിളിക്കാൻ ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് മാറ്റം തന്ന സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ചില ആളുകൾ പറയത്തില്ലേ, യവന്മാർക്കൊരു നാണവമാനം ഇല്ലടേ. ഏത്? ഈ ഉപദേശിമാർക്ക് തന്നെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും പിന്നെയും വലിഞ്ഞു കയറി വരും നാണം ഇല്ലാത്തവന്മാർ. പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയല്ലേ? സത്യമല്ലേ പാർഷേ? നമ്മൾ നാണം ഇല്ലാത്തവന്മാരല്ലേ? ഒരു നാണവും ഇല്ല.
പിന്നെയും വലിഞ്ഞു കയറി ചെല്ലും അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നാണമില്ലാതെ പിന്നെയും വലിഞ്ഞു കയറി വരുന്നതെന്നറിയാമോ? നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും കുത്തിയാലും നീ എൻ്റെ അപ്പൻ്റെ മകനാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ എൻ്റെ കൂടപ്പിറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ കള്ളു കുടിച്ച് നടക്കുമ്പോൾ, കഞ്ചാവ് പിടിച്ച് നടക്കുമ്പോൾ, ഓടെ കിടക്കുമ്പോൾ, നിന്നെ കാണുമ്പോൾ നിന്റെ രക്തബന്ധത്തിനില്ലാത്ത ഒരു വേദന അവൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം തന്നു. അയ്യോ, ആ സഹോദരൻ നശിച്ചു പോകുന്നല്ലോ, അവൻ ഇങ്ങനെ നടക്കുന്നല്ലോ, അവൻ്റെ കുടുംബം തകർന്നു പോകുന്നല്ലോ, അവൾ രോഗിയായി കിടക്കുന്നല്ലോ. ഒരു പെയിൻ, ഒരു വേദന ഹൃദയത്തിൻ്റെ അകത്ത് തന്നത് ഈ സുവിശേഷമാണ്. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി, നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടു കാണും ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെയുള്ള പെന്തക്കോസ് സഭകളുടെയൊക്കെ മുറ്റത്ത് ഒരു ബാനർ വലിച്ചു കെട്ടിയിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 40 ദിവസം 21 ദിവസം രാവും പകലും പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, കൊടലുമൊട്ടി ഭക്ഷണം കഴിക്കാതെ. അറിയാമോ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ടോർച്ചിൻ്റെ അകത്ത് പുഴുങ്ങിയ ഏത്തക്ക കയറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപവാസമല്ലിത്? മനസ്സിലാകുന്നുണ്ടോ? രാവും പകലും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ദേശത്തിലെ ചെറുപ്പക്കാർ നശിച്ചു പോകാതിരിക്കാൻ, കഞ്ചാവടിച്ചു പോകാതിരിക്കാൻ, ആത്മഹത്യ നടക്കാതിരിക്കാൻ, കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ദേശത്തിലെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം മാറ്റിവെച്ച് ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിക്കുന്ന മേഖലയാണ് സഭകളിൽ നടക്കുന്ന, പെന്തക്കോസ്ത് സഭകളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ. ഒരു ഉപദ്രവവുമില്ല. പിന്നെ ആകെ കൂടെ ആൾക്കാർക്കുള്ള ഒരു പരാതി, യുവമാർ എന്തൊരു ശബ്ദമാണെന്നുള്ളതാണ്. അതാണ് ഇച്ചിരി പരാതി. ശബ്ദം, എന്തൊരു സൗണ്ടായുമാർ. എടാ മനസാക്ഷി ഉണ്ടോടാ? പറയുന്ന കേട്ടാൽ തോന്നും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ശബ്ദം, ബാക്കിയുള്ളതൊക്കെ ഊമകളാണ്. ഇവിടെ എല്ലാത്തിനും ഇല്ലേ ശബ്ദം? ഇല്ലേ? ഉണ്ടോ ഉപദേശം? അങ്ങോട്ട് പറ. ഉണ്ടോ? ഇവിടെ എല്ലാത്തിനും ഉണ്ട് ശബ്ദം, ഇല്ലേ? 50,000 ബാട്സ് ഹൈവേ വെച്ച് കെട്ടി അടിക്കുന്നില്ല ഇവിടെ. പിന്നെ എനിക്കും നിങ്ങൾക്കും വ്യത്യാസം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നില്ല ആരും. പിന്നെ ഗുണ്ട് പൊട്ടിക്കുന്നവനാണ് പടക്കം പൊട്ടിക്കുന്നവൻ്റെ അടുത്ത് ശബ്ദമൊന്നും അല്ല. പിന്നെ അമ്മാതിരി വിളച്ചിലൊന്നും വേണ്ട. ഇവിടെ ആർക്കും ഒരു ദോഷവും വരുത്തുന്നില്ല ഈ സന്ദേശം. ആമേൻ. ഒരിക്കൽ കൊട്ടാരക്കര കവലയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വഴിപോയ പോലീസുകാർ അല്പനേരം ചായ കുടിക്കാൻ ഹോട്ടലിൽ ഇറങ്ങി പ്രസംഗം കേട്ടേച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ പ്രസംഗിച്ച ഒരാളുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഉപദേശിമാരെ ഞങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. കാര്യം എന്തെന്നറിയാമോ? വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമെന്ന്. അപ്പോൾ ഏമാനും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമല്ല, ഇതാർക്കും ദോഷം വരുത്തുന്ന സന്ദേശമല്ല. മനസ്സിലായോ? അപ്പം ആദാമ്യ ഭാഗം സകല മനുഷ്യർക്കും വരാൻ കാരണം എന്താ? ഒറ്റ രക്തത്തിൽ നിന്ന് കാവ്യൊടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഒറ്റ ദൈവം. ഇത് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ, മതം പഠിപ്പിക്കുന്ന പുസ്തകമല്ല. അല്ലെങ്കിൽ തന്നെ ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്തവനാണ് മലയാളി. അല്ലേ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി ഈ വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ? പഠിച്ചില്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബോർഡ് വെച്ചു. 2018 വെള്ളം അകത്തോട്ട് ഇടിച്ചു കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും അന്യരെ വിളിച്ചിട്ട് പറയുക, പപ്പായും മമ്മിയും കുടുങ്ങിക്കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കണമെന്ന്. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന് അല്ലേ? അപ്പോൾ അന്യര് കയറി. വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ മക്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടിയേച്ച് അടുത്ത ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന്. അവൻ്റെ പേരാ മലയാളി. ദുരന്തം വരുമ്പോൾ മാത്രം കൈ കൊടുക്കുന്ന മലയാളി. അയ്യോ, പ്രളയം വന്നാൽ എന്തൊരു സ്നേഹം! മുതുക് കാണിച്ചു കൊടുക്കുന്നു, കാല് കാണിച്ചു കൊടുക്കുന്നു, നടു കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിൽ തോന്നിപ്പോകും, ദൈവമേ എന്നും പ്രളയമായിരുന്നേ കൊള്ളായിരുന്നെന്ന്. ദുരന്തം വന്നാൽ എല്ലാവർക്കും ഭയങ്കര ഒത്തൊരുമയും സ്നേഹവും, ജാതിയില്ല മതമില്ല ഒരു പ്രശ്നവുമില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് കിടക്കുമ്പോൾ 8 പാക്കും 6 പാക്കും ഉരുട്ടിപ്പൊട്ടിച്ച് സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുന്നവനും അവിടെ കുഞ്ഞിക്കോഴി പോലെ ഇരിക്കുന്ന കാണാം. ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ഇതൊന്നും ആരോഗ്യത്തോടെ നടക്കുമ്പോൾ തിരിച്ചറിയത്തില്ല. എല്ലാത്തിനെയും കൊല്ലണം, അടിക്കണം, ഇടിക്കണം. ഈ ചിന്ത മനുഷ്യൻ്റെ അകത്ത് കയറി നടക്കുക. കാരണം പാപമെന്ന് പറയുന്ന വിപത്ത് നിന്റെ അകത്ത് കുടിയിരിക്കുന്നത് കൊണ്ട്.
പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യനെ പിടിച്ചു മുറുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നല്ലത് പറയുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തിന്മകളിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആകാത്തത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സകല തെറ്റുകളിലേക്കും മനുഷ്യൻ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടറും ശാസ്ത്രവും സയൻസും ഇൻ്റർനെറ്റും ടെക്നോളജിയും ഒക്കെ ഒരുമിച്ച് വിചാരിച്ചിട്ടും സകല മാറ്റങ്ങളും ലോകത്ത് വന്നിട്ടും മനുഷ്യൻ്റെ കാടത്ത് നിറഞ്ഞ സ്വഭാവത്തിന് മാത്രം ഇന്നും മാറ്റം വരുത്താൻ കഴിയാതെ സകലതും പരാജയപ്പെട്ടു നിൽക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ വിളിച്ചിട്ടും മോക്ഷം തേടി മനുഷ്യൻ യാത്ര ചെയ്തിട്ടും മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല, തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല, പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, പത്തനംതിട്ട ഇലന്തൂരിൽ മോക്ഷം തേടി നരബലി നടത്തി നോക്കി, കിട്ടിയില്ല. മോക്ഷം തേടി മനുഷ്യനാവുന്ന പണി 58 ചെയ്ത് നടക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചപ്പോൾ സർവ്വ മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി മനുഷ്യനെ പാപമെന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലിറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. സ്നേഹിത, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ കള്ളിക്കാട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന്, ഇരുട്ടിൻ്റെ പടുകുഴിയിൽ നിന്ന്, തിന്മകളുടെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഈ ക്ഷതിയിൽ ഇല്ലവേ ഇല്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാണ് സുവിശേഷം. അത് പറയാനാണ് ഞങ്ങൾ സുവിശേഷ യോഗം നടത്തുന്നത്. ഹല്ലേലൂയ. ഇത് പറഞ്ഞില്ലേ പിന്നെന്ത് സുവിശേഷ യോഗം? ഹല്ലേലൂയ. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, തെറ്റിദ്ധാരണ മാറ്റണം. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ കൈയടിച്ച് ആടിപ്പാടി കൂകി വിളിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാലത്ത് ഇരുട്ടിൻ്റെ തടവറയിൽ കിടന്ന് ഞങ്ങളെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പാടാതിരിക്കാൻ കഴിയില്ല, കൈയടിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ അടുത്തൊരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി വന്നാൽ കൈയടിക്കും, മോഹൻലാൽ വന്നാൽ കൈയടിക്കും, സിനിമാ താരങ്ങൾ വന്നാൽ കൈയടിക്കും, പടക്കം പൊട്ടിക്കും, ഗുണ്ട് പൊട്ടിക്കും. അങ്ങനെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അവയെ കരമടിക്കാതിരിക്കാൻ കഴിയില്ല, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിൽ നാണമില്ല, ദൈവത്തെ ആരാധിക്കുന്നതിൽ നാണമില്ല. ഞങ്ങൾ അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ആമേൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറത്തക്കവണ്ണം പാപമെന്ന് പറയുന്ന മഹാവിപത്ത് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയേറിയപ്പോൾ, രക്തബന്ധങ്ങൾ തമ്മിൽ കൊന്നുകളയാൻ മടിയില്ലാത്തവനായി മനുഷ്യൻ മാറിയപ്പോൾ, പെറ്റതള്ളയെ കണ്ടിച്ചു കളയുന്നവനായി മനുഷ്യൻ മാറിയപ്പോൾ, മനുഷ്യൻ സകല തിന്മകൾക്കും അടിമപ്പെട്ടു പോയപ്പോൾ, മനുഷ്യൻ്റെ പേര് മാറ്റാതെ, മതം മാറ്റാതെ, സർട്ടിഫിക്കറ്റ് തിരുത്താതെ, ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറ്റിക്കൊണ്ട്, ഇന്നലെ വരെ ജീവിച്ച സ്വഭാവം മാറ്റിക്കൊണ്ട് ആമേൻ അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശം അത് സുവിശേഷമത്രേ. സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും അതിന് സാധ്യമായിട്ടില്ല. അങ്ങനെ എന്തിനെങ്കിലും ഒന്ന് മനുഷ്യനെ നന്നാക്കാൻ ഈ കള്ളിക്കാടോ തിരുവനന്തപുരത്തോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദേശം നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവാ. ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ വെല്ലുവിളിക്കുന്നു, കൊണ്ടുവാ. ആമേൻ. നിങ്ങൾ ഒരാളെ നിർത്തിയാൽ ഞങ്ങൾ 9 പേരെ നിർത്തും. ആമേൻ. ഗവൺമെൻറ്റുകൾക്കും പോലീസുകാർക്കും പോലും പലപ്പോഴും നന്നാക്കാൻ കഴിയാതിരുന്ന ചെങ്കൽച്ചൂള കോളനിക്കകത്തുള്ള തേറ്റ ഹനിയെയും ഗോൾഡ് സുനിയെയും ഒക്കെ മാനസാന്തരപ്പെടുത്തി കുഞ്ഞാടുകളാക്കി മാറ്റിയ സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല,
ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, നേർച്ച കാഴ്ച പുണ്യകർമ്മ ക്രിയാതി പ്രവൃത്തികളില്ലാതെ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചം വരുന്നിടത്ത് ഇരുട്ടിന് നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ ഹൃദയക്കൂടിൻ്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുക്കുമ്പോൾ, യേശു എന്ന വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, കാലങ്ങളായി കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും മാറി നന്മയുള്ളവനായി, നല്ലവനായി, സമൂഹത്തിനും കുടുംബത്തിനും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്നവനായി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷം ഞങ്ങൾ കള്ളിക്കാട് വിളംബരം ചെയ്യുകയാണ്. ആ സന്തോഷമാണ് ഞങ്ങളെ കൊണ്ട് ഇത് പറയിക്കുന്നത്. കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കാതിരുന്നൊരു കാലം നമ്മൾ കടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, കള്ളിക്കാടുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചെങ്കിൽ അവൻ ഈ ഉലകം മുഴുവൻ ഓടി നടന്ന് പറയത്തില്ലേ, എൻ്റെ കയ്യിൽ കോവിഡിൻ്റെ മരുന്നുണ്ടെന്ന്? മനുഷ്യനെ നന്നാക്കാൻ കഴിയാതെ സകല സിസ്റ്റങ്ങളും പരാജയപ്പെട്ടിടത്ത് മനുഷ്യനെ നന്നാക്കുന്ന ഒരു സന്ദേശമുണ്ടെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ഓടി നടന്ന് പറയാതിരിക്കാൻ കഴിയുമോ? യേശു ജീവിക്കുന്ന ദൈവമാണ്, അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറയാതിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് ചിലർ എന്നോട് ചോദിക്കും, ഇപ്പോഴും പേര് ഷമീർ എന്നാണോ? അതെ. സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും മുസ്ലിം എന്നാ ആണോ? പിന്നെ പേരും സർട്ടിഫിക്കറ്റും ഒന്നും മാറ്റുന്ന സന്ദേശം അല്ലിത്. ഇന്നലെ വരെ ജീവിച്ച നിൻ്റെ ജീവിതം മാറാൻ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയട്ടെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെങ്കിൽ, നന്നായി ജീവിക്കണമെന്ന് ആശിച്ചിട്ടും അതിന് കഴിയാതിരിക്കുന്നെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ജീവനുള്ളൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കാൻ കാതുകളുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കൈപ്പണിയായി കെട്ടിടങ്ങളിൽ വസിക്കാത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു രസകരമായൊരു കാര്യം പറയട്ടെ. ഈ 2018 പ്രളയം വന്നു അല്ലേ? പ്രളയം വന്നു. ഈ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിയില്ലേ? ഉള്ളത് പറ. ഒഴുകിപ്പോയില്ലേ? പോയി അല്ലേ? ചാക്കോച്ചൻ വെളിയിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. ഇപ്പം ചാക്കോച്ചൻ മേപ്പോട്ട് നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ രക്ഷിക്കാൻ വരുന്നുണ്ട്. പുള്ളി അലറി വിളിച്ചത് എന്തായിരിക്കും? ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്ന് വർഗീസിനെ രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യസന്ധമായി പറ അങ്ങോട്ട്, എന്നെ രക്ഷിക്കണമെന്ന് അല്ലേ? ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി ഇരുത്തി രക്ഷിച്ചു. ശരിയല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴോ ഇല്ല, ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചാൽ അതിനോട് പറയാ എന്നെ രക്ഷിക്കണേന്ന്. എന്ത് പറയാനാ? നിങ്ങൾ പറ, എന്ത് പറയാനാ? എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടൻ മലയാളി. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കാത്ത, ജീവിക്കുന്ന, മനുഷ്യൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കാതുകളുള്ള, മനുഷ്യനെ രക്ഷിപ്പാൻ കഴിവുള്ള ഏക സത്യ നിത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കള്ളിക്കാട് വിളംബരം ചെയ്യുന്നു. ഈ യേശുക്രിസ്തുവിനെ മനസ്സാവരിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, പേര് മാറാതെ, മതം മാറാതെ, സർട്ടിഫിക്കറ്റ് തിരുത്താതെ, ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് നന്മയുള്ളവനായി, നന്നായി, വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു.